പാതപീഠത്തിലേക്ക് രാത്രിയുടെയാം രാത്രി കാലത്ത് സമയം പാതപീഠത്തിലിരിക്കുമ്പോൾ അവിടുത്തെ സാന്നിധ്യത്തിന്റെ മറവിലായിരിക്കും സഹായിക്കുന്ന കർത്താവ് ഞങ്ങളെ കാലത്തിയുടെ വരപ്പെന്ന് മാറ്റപ്പെട്ടു ഇവരുടെ ദേശത്ത് കർത്താവ് ഒരു രാത്രി കാലം കൊണ്ടടികളൊക്കെ ശേഷിപ്പിച്ചല്ല കർത്താവ് പാടുവാനും പ്രാർത്ഥിക്കാനും കൊണ്ടടികളെ നിറയ്ക്കുവാനും രാത്രി കാലം കർത്താവ് ഞങ്ങളുടെ പരിശുദ്ധാത്മാവിന്റെ നിറവിലായിരിക്കാൻ സഹായിക്കുന്ന എല്ലാ മക്കളെ പാതപീഠത്തിലേക്ക് കർത്താവ് പ്രാർത്ഥനകളിൽ അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വപുരമാണെന്റെ നിത്യമാമീട് എന്റെ നിത്യമാമീട് അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വപുരമാണെന്റെ നിത്യമാമീട് എന്റെ നിത്യമാമീട് എൻ പ്രയാണ കാലം നാൽവിരൽ നീ ആയതിൻ പ്രതാപം കട്ടതാ മാത്രം എൻ പ്രയാണ കാലം നാൽവിരൽ നീളം ആയതിൻ പ്രതാപം കട്ടതാ മാത്രം ഞാൻ പറന്നു വേഗം പ്രിയനോടു ചേരും വെൺമകേമ പ്രാപിച്ചെന്ന് വിശ്രമിച്ചേടും ആമിൽ നിന്നും വിശ്രമിച്ചേടും അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വപുരമാണെന്റെ നിത്യമാമീട് എന്റെ നിത്യമാമീട് പാളയത്തിനപ്പുറത്തു കഷ്ടമേൽക്കുക പാടുപെട്ട യേശുവിന്റെ നിന്ന ചുമത്താം പാളയത്തിനപ്പുറത്തു കഷ്ടമേൽക്കുക പാടുപെട്ട യേശുവിന്റെ നിന്ന ചുമത്താം നിൽക്കുന്ന ഗരമില്ലിവിടെ പോർക്കളത്തിലെത്രയും നിൽക്ക വേണ്ട പോർ വിരോധം യാത്ര ചെയ്തുടരാ നിൽക്കുന്ന പാളയത്തിനപ്പുറത്തു കഷ്ടമേൽക്കുക പാടുപെട്ട യേശുവിന്റെ നിന്ന ചുമക്കാൻ നിൽക്കുന്ന ഗരമില്ലിവിടെ പോർക്കളത്തിലെത്രയും നിൽക്ക വേണ്ട യാത്ര തുടരാ വേഗം യാത്ര തുടരാം അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വപുരമാണെന്റെ നിത്യമാമീട് എന്റെ നിത്യമാമീട് അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വപുരമാണെന്റെ നിത്യമാമീട് എന്റെ നിത്യമാമീട് മുത്തുമഴമായി വിളങ്ങും പട്ടണമാണ് യെരൂശലേം ചിത്രശോഭിതം മുത്തുമഴമായി വിളങ്ങും പട്ടണമാണ് യെരൂശലേം എത്ര ശോഭിതം തീരെ സ്വച്ഛ സ്ഫടിക തുല്യ തങ്ക നിർമ്മിതം ണമാതിന്റെ ഭംഗി വർണ്ണ്യമല്ല വർണ്ണ്യമല്ല മുത്തുമയമായി വിളങ്ങും പട്ടണമാണ് യെരൂശലേം പുരം എത്ര ശോഭിതം നമാതിന്റെ ഭംഗി വർണ്ണ്യമല്ല അതിന്റെ ഭംഗി നാൻസി അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വപുരമാണെന്റെ നിത്യമാമീടെ അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വപുരമാണെന്റെ നിത്യമാമീടെ എന്റെ നിത്യമാമീടെ പാവനമാം പട്ടണത്തിൽ ആരും കടന്നിടും പാപമറ്റ ജീവിതം നയിച്ചവരല്ലോ
പാവനമാം പട്ടണത്തിൽ ആരുകടന്നേടും പാപമറ്റ ജീവിതം നയിച്ചവരല്ലോ. നീതിയായി നടന്നു നേർവറഞ്ഞു മഞ്ഞൾ പാതിവൃത്യമുള്ള മണവാട്ടി മാത്രമേ. നീതിയായി നടന്നു നേർവറഞ്ഞു മഞ്ഞൾ പാതിവൃത്യമുള്ള മണവാട്ടി മാത്രമേ. ആ മണവാട്ടി മാത്രമേ. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വർപ്പുരമാണെന്റെ നിത്യമാമിയുടെ. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വർപ്പുരമാണെന്റെ നിത്യമാമിയുടെ. എന്റെ നിത്യമാമിയുടെ. എൻ പ്രയാണകാലം 4 നിരം നേടണം ആയതിൻ പ്രതാപം കട്ടത മാത്രം. എൻ പ്രയാണകാലം 4 നിരം നീളം ആയതിൻ പ്രതാപം കട്ടത മാത്രം. ഞാൻ പറന്നു വേഗം പ്രിയനോടു ചേരും മഹിമ പ്രാപിച്ചെന്നു വിശ്രമിച്ചിടും. വിശ്രമിച്ചിടും. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വർപ്പുരമാണെന്റെ നിത്യമാമിയുടെ. എന്റെ നിത്യമാമിയുടെ. യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിയോ. യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിയോ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. യാത്രയാതിൽ മനമേ ഭയമൊന്നും വേണ്ടിയോ. യാത്രയാതിൽ മനമേ ഭയമൊന്നും വേണ്ടി. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും, ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും, ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിയിടുമേ. ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിയിടുമേ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. യാത്രയാതിൽ മനമേ ഭയമൊന്നും വേണ്ടിയോ. യാത്രയാതിൽ മനമേ ഭയമൊന്നും വേണ്ടിയോ. ഒന്നിനെ കുറിച്ചിനിയോ എനിക്കാകുല ചിന്തയില്ല. ഒന്നിനെ കുറിച്ചിനിയോ എനിക്കാകുല ചിന്തയില്ല. ജീവമനാഥനവേ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. ജീവമനാഥനവേ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. യാത്രയാതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയോ.
യാത്രയാതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും മനുഷ്യരിലാശ്രയമോ ഇനി വേണ്ട നിശ്ചയമാ മനുഷ്യരിലാശ്രയമോ ഇനി വേണ്ട നിശ്ചയമാ ദൈവത്തിലാശ്രയമോ അത് ഒന്നാണ് എനിക്കഭയം അവൻ ദൈവത്തിലാശ്രയമോ അത് ഒന്നാണ് എനിക്കഭയം അവൻ അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ യാത്രയാതിൽ മനമേ ഭയമൊന്നും വേണ്ടിയോ യാത്രയാതിൽ മനമേ ഭയമൊന്നും വേണ്ടിയോ ഒന്നിനെ കുറിച്ചിനിയോ എനിക്കാകുല ചിന്തയില്ല ഒന്നിനെ കുറിച്ചിനിയോ എനിക്കാകുല ചിന്തയില്ല ജീവമനാകുന്നവേ എന്നെ ക്ഷേമമായി പാലിക്കുന്നു ജീവമനാകുന്നവേ എന്നെ ക്ഷേമമായി പാലിക്കുന്നു അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ യാത്രയാതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയോ യാത്രയാതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയോ ഹല്ലേലൂയ സ്തോത്രം 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 കർത്താവേ, ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കുവാൻ പ്രിയപ്പെട്ട മാമിശയെ കർത്താവ് അനുഗ്രഹിച്ച കൃപയ്ക്കായി നന്ദി പറയുന്നു. മാതാവിനെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനിയും നമുക്ക് സങ്കീർത്തന വായനയ്ക്കുള്ള സമയമാണ്. അതിനായി സങ്കീർത്തനം വായിക്കുവാനായിട്ട് ദൈവനാമത്തിൽ ക്ഷണിച്ചോളൂ. ഹല്ലേലൂയ സ്തോത്രം 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 പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം 32-ാം സങ്കീർത്തനമാണെന്ന് നമുക്ക് വായിക്കുന്നത്. അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യം പറയട്ടെ. നമ്മുടെ ഗ്രൂപ്പ് അംഗമായിരിക്കുന്ന സാറാമ്മ ചാണ്ടിയുടെ ഹസ്ബൻഡ് കഴിഞ്ഞ രാത്രികാലം പെട്ടെന്നുള്ള മരണത്താൽ ഭൂമിയുടെ മുഖത്തുനിന്ന് മാറ്റപ്പെട്ടു. ആ കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബത്തിനോടുള്ള നമ്മുടെ കർമ്മേൽ പ്രയർ ഗ്രൂപ്പിൻ്റെ അനുശോചനം ദൈവനാമത്തിൽ അറിയിക്കുന്നു. കുടുംബത്തെ അതിൻ്റെ ആശ്വാസത്തിനും നാളത്തെ ഫ്യൂണറൽ സർവീസിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. രണ്ട്, നമ്മുടെ ഗ്രൂപ്പ് അംഗമായ സിജോയുടെ ബർത്ത്ഡേ ആണ്. 1 വർഷക്കാലം ദൈവം നടത്തി പുതിയൊരു വയസ്സിലേക്ക് പ്രവേശിക്കുന്ന പൈതലിനെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. നമുക്ക് അതിനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. പുതുവർഷം എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി നമുക്ക് സങ്കീർത്തനം വായിക്കാം. പ്രണിതയായിരുന്നു ഇന്ന് വായിക്കേണ്ടത്. പ്രണിത എന്തോ തിരക്കാൻ തോന്നുന്നു. 32-ാം സങ്കീർത്തനം വായിക്കുന്നു. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. എൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല. എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താകുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അതവൻ്റെ അടുക്കലോളവും എത്തുകയില്ല. നീ എനിക്ക് മറവിടമാകുന്നു. നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും.
ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർ കഴുതയും പോലെ ആകരുത്. അവയുടെ ചമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു, അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകയില്ല. ദുഷ്ടന് വളരെ വേദനകളുണ്ട്, യഹോവയിൽ ആശ്രയിക്കുന്നവനോ ദയ ചുറ്റിക്കൊള്ളും. നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിച്ചാനന്ദിപ്പിൻ. ഹൃദയപരമാർത്ഥികൾ എല്ലാവരുമായുള്ളവരെ ഘോഷിച്ചുല്ലസിപ്പിൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനത്തിനായി നമുക്ക് ദൈവത്തിനെ സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. 32-ാം സങ്കീർത്തനം ദാവീദിന്റെ സങ്കീർത്തനമാണ്. ദാവീദിന്റെ ഒരു ധ്യാനമായിട്ടാണ് ഈ സങ്കീർത്തനത്തെ പറയുന്നത്. അത് 32, 51 ഈ സങ്കീർത്തനങ്ങൾ രണ്ടും ഒരുപോലെ ദാവീദിന്റെ പാപം ചെയ്തതിന് ശേഷം ദാവീദ് എഴുതുന്ന ഒരു സങ്കീർത്തനമാണ്. തൻ്റെ പാപം ഏറ്റുപറഞ്ഞുകൊണ്ടും അതുപോലെ പാപം വെച്ചാലുണ്ടാകുന്ന ഫലം അത് പറയാതെ ഇങ്ങനെ ഒതുക്കി വെച്ചാൽ സംഭവിക്കാവുന്ന കുഴപ്പങ്ങൾ ഇതെല്ലാം ഈ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. 51-ാം സങ്കീർത്തനം 32-ാം സങ്കീർത്തനവും നോക്കുമ്പോൾ 32-ാം സങ്കീർത്തനമാണ് ആദ്യം എഴുതിയേക്കുന്ന സങ്കീർത്തനം. 51 ആണെങ്കിൽ ദൈവമേ നിന്റെ ദയയ്ക്ക് തക്കോണനോട് കൃപ തോന്നേണമെന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ ഈ 32-ാം സങ്കീർത്തനം പറയുന്ന പാപത്തിന്റെ 3 വിധമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. 1 ലംഘനം, 2 പാപം, 3 അകൃത്യം. അത് ലംഘനം ക്ഷമിച്ച് പാപം മറച്ചു കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പൊ അവിടെ ഒരു അനുഗ്രഹിക്കപ്പെട്ടവന് കിട്ടുന്ന 4 അനുഗ്രഹങ്ങളാണ്. അതായത് ഒരു ഭാഗ്യവാൻ എന്ന് പറയുമ്പോൾ അവൻ ഒന്നാമതായി അവന്റെ ലംഘനത്തെ ക്ഷമിക്കും, രണ്ടാമതായി പാപത്തെ മറച്ചു കിട്ടും, മൂന്നാമതായി അവന്റെ അകൃത്യത്തെ കണക്കിടാതെയും, പിന്നെ ആത്മാവിൽ കപടമില്ലാതിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പം ഒരു ഭാഗ്യവാന് കിട്ടുന്ന 4 തരമായ അനുഭവങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പറയുന്നത് എന്തുവാ? പിന്നെ ആ പാപം മറച്ചു വെക്കുമ്പോൾ അതിൻ്റെ ശിക്ഷയുടെ ലക്ഷണങ്ങളായിട്ട് പറയുന്നുണ്ട്. ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ. അപ്പം നമ്മൾ കുറച്ചു നേരം മിണ്ടാതെ ഇരുന്ന് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളാണ്. നമ്മുടെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തുടങ്ങുന്നതാണ് ക്ഷയം. അത് നമുക്ക് അസ്ഥി ഉണ്ടെങ്കിലേ അതിൻ്റെ പുറത്ത് മാംസം വരത്തുള്ളൂ. നമുക്ക് എസ്കേലിന്റെ പുസ്തകത്തിൽ അങ്ങനെ തന്നെ വായിക്കുന്നുണ്ട്. അസ്ഥി കൊണ്ട് നിറഞ്ഞിരിക്കുന്ന താഴ്വരയുടെ മധ്യത്തിലാണ് എസ്കേലിനെ കൊണ്ട് നിർത്തുന്നത് നമുക്കറിയാം. പ്രവാചകൻ കാണുമ്പോൾ അസ്ഥി കൊണ്ട് നിറഞ്ഞ താഴ്വര. അതുപോലെ തന്നെയാണ് ഇതിനും പറയുന്നത്. അങ്ങനത്തെ ഒരവസ്ഥയാണ് ഒരു പാപം ചെയ്ത് ആ പാപത്തിൽ നിന്ന് ഒരു ക്ഷമ കിട്ടാതെ പാപം മറച്ചു പിടിക്കുമ്പോൾ. നമ്മളൊരു തെറ്റ് ചെയ്താൽ അത് തുറന്നു പറയുവാണെങ്കിൽ പിന്നെ നമുക്കതിനൊരു വിഷമമില്ല. എന്നാൽ ആ പാപം നമ്മുടെ മുൻപിൽ ഇരിക്കുന്നിടത്തോളം നമുക്ക് എപ്പോഴും ടെൻഷനാ, അയ്യോ അതെന്താകും, എങ്ങനെയാകും എന്ന്. എന്നാൽ അന്നേരം അങ്ങനെ വരുമ്പോൾ നമ്മുടെ അസ്ഥികൾ അങ്ങ് ക്ഷയിച്ചു പോകും. പിന്നെ പറയുന്ന രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. അപ്പൊ ദൈവസന്നിധിയിൽ നമ്മൾ പാപം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ കൈ നമുക്ക് ഭാരമായിട്ട് തോന്നും. നമ്മുടെ അസ്ഥികൾക്ക് ക്ഷയം വരും. അതുപോലെ തന്നെ പറയാം, എൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്തെ പോലെ വറ്റിപ്പോയി. അപ്പൊ എത്ര വെള്ളം കുടിച്ചാലും ചൂടിന്റെ കാഠിന്യ നിമിത്തം ആ ഉള്ളിന്റെ ഉള്ളിലെ ആ നീറ്റലും വേദനയും ആ പാപം മറച്ചു വെച്ചതിൻ്റെ ആ അനുഭവം കൊണ്ട് നമ്മുടെ അസ്ഥികളെല്ലാം ക്ഷയിച്ചു പോവുകയും മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോവുക. അപ്പൊ അന്ന് ആലോചിച്ച് നോക്കിയ വെള്ളമില്ലാത്ത അവസ്ഥ വന്നാൽ നമ്മുടെ ശരീരം എല്ലാം ഉണങ്ങി കൊട്ടനടിച്ചതുപോലെ ആകുന്ന ഒരു അനുഭവമാണ് ഇതിനകത്ത്. ആ 4 കാര്യമാണ് ഭക്തന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അപ്പം ദാവീദ് ഒരു തെറ്റ് ചെയ്തിട്ട് അത് ആരോടും പറയാൻ കഴിയാതെ അങ്ങനെ ഇരുന്ന് ദാവീദ് ദൈവസന്നിധിയിൽ ചിന്തിച്ചും എങ്ങനെയാണ് ദൈവത്തോട് പറയുമെന്നൊക്കെ ചിന്തിച്ചിരുന്നപ്പോഴാണ് ദാവീദിന് അത്രമാത്രം കാഠിന്യകരമായ അനുഭവത്തിൽ കൂടെ ദാവീദ് കടന്നുപോയി. അതുകൊണ്ട് ആ പാപക്ഷമ കിട്ടിയപ്പോഴാണ് പറഞ്ഞത്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചു കിട്ടും മനുഷ്യൻ ഭാഗ്യവാൻ, ആത്മാവിൽ കപടമില്ലാതിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. രാത്രികാലം പ്രിയ മക്കളെ, ദൈവസന്നിധി നമ്മളൊക്കെ ആയിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും കാപട്യം ഉണ്ടോ, നമ്മുടെ മുൻപിൽ എന്തെങ്കിലും പാപമുണ്ടോ എന്ന്, അതുപോലെ നമ്മുടെ മുൻപിൽ എന്തെങ്കിലും ലംഘനമുണ്ടോ എന്ന് നമ്മൾ ഇന്ന് രാത്രികാലം നമ്മെ തന്നെ ശോധന ചെയ്തിട്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ഹിതകരം
മരണകരമല്ലാത്ത എന്തെങ്കിലും നമ്മുടെ മുൻപിലുണ്ടെങ്കിൽ നമ്മൾ പൂർണ്ണമായി ദൈവത്തിൻ്റെ മുൻപിൽ നമ്മുടെ പാപം ഏറ്റുപറയണമെന്ന് ദൈവസന്നിധിയിൽ രാത്രികാലം ദൈവാത്മാവിൻ ഞാൻ പറയുകയാണ്. നമ്മൾ പാപം ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് ഫ്രീ ആകും, നമ്മുടെ ശരീരം ഫ്രീ ആകും, നമുക്ക് സ്വാതന്ത്ര്യത്തോടെ ദൈവമുഖത്തേക്ക് നോക്കുവാൻ. അതുകൊണ്ടാണ് പറഞ്ഞ പാപം ഒഴികെ സർവത്തിന് നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ട പിതാവ്. അതുകൊണ്ട് തക്ക സമയത്ത് കൃപ പ്രാപിപ്പാൻ സഹായത്തിനുള്ള കരുണയ്ക്കായി നമ്മൾ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവമാ. അതുകൊണ്ട് നമ്മൾ പാപം ഏറ്റു പറയണം, പ്രാഗൽഭ്യത്തോടെ ദൈവസന്നിധിയിൽ ചെല്ലുവേണ്ടതിന്. പിന്നെ പറയുന്നത് എന്തുവാണ്? ആ പാപം ഏറ്റു പറഞ്ഞു കഴിഞ്ഞപ്പോൾ പാപം നിന്നോട് അറിയിച്ചു. നമ്മുടെ ദൈവസന്നിധി വന്ന് പാപം അറിയിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ അകൃത്യം മറയ്ക്കാതിരുന്നപ്പോൾ ഞാൻ എൻ്റെ ലംഘനങ്ങളെ ഏറ്റു പറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നപ്പം പാപം ദൈവസന്നിധിയിൽ അറിയിച്ച് അകൃത്യം ഒരു കാര്യവും ദൈവസന്നിധി മറച്ചു പിടിച്ചില്ല. കാരണം നമ്മളെ ഉള്ളതുപോലെ അറിയുന്ന ദൈവമാ. നമ്മുടെ ഉള്ളങ്ങളെയും നിലവുകളെയും ഉൾപ്പുകളെയും ആരാഞ്ഞറിയുന്ന ദൈവത്തിൻ്റെ മുൻപിലാ. അവൻ്റെ കണ്ണിനെ മറഞ്ഞിരിക്കുന്നതൊന്നുമില്ല. നമ്മുടെ ഇന്ന് രാത്രികാലം നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ദാവീദ് പറഞ്ഞതുപോലെ പാപം ദൈവത്തോട് അറിയിക്കണം. അതുപോലെ നമ്മുടെ അകൃത്യങ്ങളെ കൃത്യതയല്ലാതെ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്നത് നമ്മൾ മറച്ചു പിടിക്കാതെ വണ്ണം പറയും. എന്നിട്ട് ദാവീദ് പറഞ്ഞു എന്തുവാ? ഞാൻ എൻ്റെ ലംഘനങ്ങളെ ഏറ്റു പറയും എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആ പറഞ്ഞത് മാത്രമേ ഉള്ളൂ, പറഞ്ഞില്ല. അതിനു മുൻപ് തന്നെ കർത്താവ് പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ആ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നതുകൊണ്ട് ദാവീദ് പറയാ, ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താകുന്ന കാലത്ത് നിന്നെ അന്വേഷിക്കും. അപ്പം ആ കണ്ടെത്താകുന്ന കാലത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഭക്തന്റെ ജീവിതത്തിലാണ് പിന്നുള്ള കാര്യങ്ങൾ വരുന്നത്. എന്തുവാ? ദൈവത്തെ മുറുകെ പിടിക്കുന്ന ഭക്തന്റെ ജീവിതത്തിൽ പാപം ഇല്ലാതെ, ലംഘനമില്ലാതെ, അകൃത്യമില്ലാതെ ഫ്രീ ആയിട്ട് ദൈവസന്നിധിയിൽ തുറന്ന മനസ്സോടെ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ശരീരാത്മദേഹികളെ പൂർണ്ണമായി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് പാപം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആ ഭക്തന് കിട്ടുന്ന എന്തുവാ? പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവൻ്റെ അടുക്കലോളം എത്തുവരികയില്ല. പെരുവെള്ളം മുക്കിക്കളയുവാന്, നമ്മുടെ പ്രാണനെ എടുത്തു കളയുവാനൊക്കെ ആ പെരുവെള്ളം മുങ്ങി വരുന്നത്. എന്നാൽ ആ പെരുവെള്ളം നമ്മുടെ അടുക്കൽ വരുന്നതിന് മുൻപ് തന്നെ കർത്താവ് ആ പെരുവെള്ളത്തെ തടഞ്ഞു നിർത്തി നമ്മുടെ പ്രാണനെ രക്ഷിക്കും. അതുപോലെ തന്നെ നീ എനിക്ക് മറവിടമാകുന്നു, നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. അപ്പം ദൈവത്തിനെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുന്ന ഭക്തന്റെ ജീവിതത്തിൽ കഷ്ടമില്ലെന്നല്ല, 6 കഷ്ടത്തിൽ നിന്നും അവൻ നിന്നെ വിടുവിക്കും. 7-മത്തതിലും തിന്മ തൊടാതെ വണ്ണം നിന്നെ സൂക്ഷിക്കുന്ന ദൈവമാ. കഷ്ടത്തിന്റെ കണ്ണുനീർ കുടിപ്പാൻ തന്നാലും ഞെരുക്കത്തിന്റെ അപ്പം തിന്മാൻ തന്നാലും നമ്മുടെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കയില്ല. എല്ലായ്പ്പോഴും കർത്താവിന്റെ കണ്ണ് നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്ന ദൈവമാ. നമ്മുടെ വഴി മാറുമ്പോൾ കർത്താവ് പറയും, ഇതല്ല മകളെ, ഇതല്ല മകനെ വഴി, നേരെയുള്ള പാതയിൽ നമ്മെ നടത്തുവാൻ സർവശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. പിന്നെ നമ്മൾ പറയുന്ന രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നമ്മെ ചുറ്റിക്കൊള്ളുന്നപ്പം രക്ഷയുടെ ഘോഷം കൊണ്ട് ഒരു നീതിമാന്റെ കൂടാരത്തിൽ ജയത്തിന്റെ ഉല്ലാസത്തിന്റെയും ഘോഷം ഉണ്ടെന്ന് 16-ാം സങ്കീർത്തനം പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന, പൂർണ്ണമായി പാപം ഏറ്റുപറഞ്ഞ് ഒരു ഫ്രീ ആയ മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ മുഖത്ത് അന്വേഷിക്കും. ദൈവത്തോട് കണ്ടെത്താകുന്ന കാലത്ത് കർത്താവ് നമുക്ക് സമയങ്ങളും കാലങ്ങളും ഒക്കെ തന്നിട്ടുണ്ട്. നമ്മൾ അതിനുള്ള മുഖാന്തരങ്ങളൊക്കെ ഒരുക്കി തരുമ്പോൾ മറുതലിച്ചു നിൽക്കാതെ പൂർണ്ണമായി ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തി പ്രാർത്ഥിക്കുന്ന ഭക്തന് ഏതെല്ലാം പ്രതിസന്ധികൾ വന്നാലും, ഏതെല്ലാം ബുദ്ധിമുട്ടുകൾ വന്നാലും, മരണകരമായ താഴ്വരയിൽ കൂടെ നമ്മൾ കടന്നുപോയാലും അതിൽ നിന്നെല്ലാം വിടിയിപ്പാൻ നമ്മുടെ ദൈവം ശക്തനാണെന്ന്. പിന്നെ അതിലാസ് പറയുന്നു, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. അപ്പൊ എന്തുവാ? 73-ാം സങ്കീർത്തനത്തിലും അങ്ങനെ പറയുന്നുണ്ട്, നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. നമ്മളെല്ലായ്പ്പോഴും നമ്മുടെ തലമുറയുടെ പരീക്ഷാകാലങ്ങളൊക്കെ ആണേലും മറ്റെന്തെങ്കിലും തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പറയും, കർത്താവേ നീ അവരുടെ മേൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു കൊടുക്കണം. ഈ ലോകത്തിലെ അനുനിമിഷം കൃത്യങ്ങൾ ഏറി വരുന്ന നാളുകളിലൊക്കെ നമ്മുടെ തലമുറകളെ വെച്ച് അവരുടെ മേൽ കർത്താവ് ദൃഷ്ടി വെച്ചിട്ട് ഈ ലോകത്തിലെ അന്യായ ദൃഷ്ടികളൊന്നും, ദുഷ്ടന്റെ ദൃഷ്ടികളൊന്നും പതിക്കാതെ അത് ഒരു വഴിതെറ്റി പോകാതെ വണ്ണം ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു കൊടുത്ത് അവരെ നേരെയായ പാതയിൽ നടത്തുവാൻ ശക്തനായ
ദുഷ്ടനായ ഒരു കർത്താവാണ് നമ്മളോട് കൂടെയുള്ളത്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ബുദ്ധിയില്ലാത്ത കഴുതയെ പോലോ കുതിരയെ പോലോ കോവർ കഴുതയെ പോലോ ഒന്നും ആകാതെ അവയെ ഒരു കടിഞ്ഞാണ് കൊണ്ട് അവയെ മേവിക്കുമ്പോൾ ദൈവഭക്തന് കർത്താവിൻ്റെ ചിറകടിയിൽ അഭയം മറവുണ്ട്. അതുപോലെ അത്യുന്നതൻ്റെ ചിറകിൻ കീഴിൽ നമ്മളെ പരിപാലിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ദുഷ്ടന് വളരെ വേദനകളുണ്ട്. ഈ ലോകത്തിലെ ദുഷ്ടനും നീതിമാനും തമ്മിൽ ഒത്തിരി അന്തരങ്ങളുണ്ട്. ദുഷ്ടന് അനവധി വേദനകളുണ്ടെങ്കിലും എന്നാൽ യഹോവയിൽ ആശ്രയിക്കുന്ന ഭക്തന് ദയ ചുറ്റിക്കൊള്ളും. എല്ലാവരുടെയും ജീവിതത്തിൽ വേദനയും കഷ്ടങ്ങളും എല്ലാം ഉണ്ടെങ്കിലും എന്നാൽ പ്രാർത്ഥിക്കുന്ന ഭക്തന് ഒരു പ്രത്യാശയുണ്ട്. പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനെ കർത്താവ് സൂക്ഷിച്ചുകൊള്ളും. നമുക്കൊരു പനി വന്നാൽ, ഒരു വേദനപ്പെടുന്ന അനുഭവം വന്നാൽ ദൈവമക്കളാകുന്ന എല്ലാവരും ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ ഒരു ആശ്വാസം കിട്ടും. എന്നാൽ ഒരു ദുഷ്ടനായ മനുഷ്യന് മറ്റുള്ളവരുടെ മുൻപിൽ അവനെ കൊള്ളരുതാത്തവരായി ജീവിച്ച് അവൻ്റെ പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോൾ അവനൊരു ബുദ്ധിമുട്ടോ പ്രയാസമോ വന്നാൽ ആരും പ്രാർത്ഥിക്കാൻ കാണത്തില്ല. അവൻ ആ വേദനയിൽ അവൻ തന്നെ സഹിക്കേണ്ടി വരും. അതാണ് ദൈവമക്കളും ഈ ഒരു ദുഷ്ടനും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ തമ്മിൽ ഭാരങ്ങൾ ഏറ്റുപറഞ്ഞ് ഭാരം ഏറ്റെടുത്തുകൊണ്ട് പാപം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾക്കും പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് വിടുതലും ആശ്വാസവും ഒക്കെ നമുക്ക് കിട്ടും. അതുപോലെ ലാസ്റ്റിലൊരു പ്രബോധനം പറയാണ്, നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പീൻ. ഹൃദയപരമാർത്ഥികളായ യഹോവയിൽ സന്തോഷിച്ച് ആനന്ദിപ്പീൻ. ഹൃദയപരമാർത്ഥികൾ എല്ലാവരുമായുള്ളവരെ ഘോഷിച്ചുല്ലസിപ്പിൻ. അപ്പോൾ നീതിമാന്മാർക്ക് സന്തോഷിപ്പാൻ എവിടെയാ ഉള്ളത്? നീതിമാന്മാർ യഹോവയിൽ സന്തോഷിക്കാനാണ് പറയുന്നത്. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാണ്. അതുപോലെ തന്നെ ഹൃദയപരമാർത്ഥതയോടെ യഹോവയുടെ സന്നിധി ചെന്ന് കർത്താവിനെ ഘോഷിച്ചുല്ലസിക്കാൻ നമ്മൾ വന്നിരിക്കുമ്പോൾ ഘോഷത്തിൻ്റെ ഉല്ലാസമുണ്ട്. അത് ഓരോ ദൈവഭക്തനും ദൈവം വെച്ചിരിക്കുന്ന ഒരു ഗിഫ്റ്റാണ് ഈ രണ്ട് കാര്യങ്ങൾ. അതുകൊണ്ട് ഇന്ന് രാത്രികാലം നമ്മൾ ദൈവസന്നിധിയിൽ വന്നിരിക്കുമ്പോൾ ഇന്ന് പകൽക്ക് രാവിലെ മുതൽ പ്രഭാതം മുതൽ ഈ നിമിഷം വരെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വാക്കുകൊണ്ട്, നമ്മുടെ നോട്ടം കൊണ്ട്, നമ്മുടെ ചിന്ത കൊണ്ട്, കൊടുക്കൽ വാങ്ങല്, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ ഇടപാടുകളിലൊക്കെ എന്തെങ്കിലും പാപങ്ങൾ, എന്തെങ്കിലും തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവസന്നിധി മനഃപൂർവ്വമായി നമുക്ക് ദൈവസഭയുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവേ എന്നോട് ക്ഷമിക്കണമേ. ഇന്ന് രാത്രി കാലത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഇടപെടുവാൻ തക്കോണം നമ്മെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ. അതുപോലെ മെസ്സേജിൻ്റെ സമയത്ത് ദയവായി എല്ലാവരും ക്യാമറ ഓൺ ആക്കണേ. ദൈവദാസിന് ബുദ്ധിമുട്ടാകാത്ത വിധത്തിൽ സാഹചര്യങ്ങളുള്ളവരൊക്കെ കേട്ടോ. ഇനി നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായ മളമ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന കർത്താവെ, എത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം വായിച്ച് പ്രബോധിപ്പിക്കുവാൻ പ്രിയ ഗ്രേസിയ കർത്താവ് അനുഗ്രഹിച്ചല്ലോ. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. അതിനായി നമുക്ക് സമയങ്ങളെ വേർതിരിക്കാം. നമുക്ക് ആദ്യമായി നമ്മുടെ സൂം മീറ്റിങ്ങിനെ, നമ്മുടെ കുടുംബത്തെ വഹിച്ചുകൊണ്ട് സിസ്റ്റർ മോനിഷ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം സ്തുതിക്കുന്നു. വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുസന്നിധിയിൽ അടിയങ്ങൾ ഒന്നിച്ചു കൂടിയിരിക്കുന്ന കർത്താവെ, ഞങ്ങൾ പല ഇടങ്ങളിലായിരുന്നു കൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ ഒന്നിച്ചു കൂടിയിരിക്കുമ്പോൾ പിതാവെ, അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിൽ ഉള്ളതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ. ഗൂഗിൾ മീറ്റിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കഴിഞ്ഞ 2-2.5 വർഷക്കാലമായിട്ട് ദൈവമേ നിന്നെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും കർത്താവെ ഗ്രൂപ്പിനെ കർത്താവ് അനുഗ്രഹിച്ചിരിക്കുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഈ ഗ്രൂപ്പിന്റെ അഡ്മിനായി പ്രവർത്തിക്കുന്ന സഹോദരി ഗ്രേസിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവത്തിന്റെ കൃപ ആ മകളോട് കൂടെയും ആ മകളുടെ കുടുംബത്തോട് കൂടെയും കുഞ്ഞുങ്ങളോട് കൂടെയും ഇരിക്കുമാറാകണമേ കർത്താവെ. അവരെ കൂടുതലായും വളർത്തണമേ കർത്താവെ. തലമുറകളൊക്കെയും അനുഗ്രഹിക്കപ്പെട്ട തലമുറകളായിരിക്കണമേ കർത്താവെ. 2 കുഞ്ഞുങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ. അവർക്ക് കൊടുത്ത ഭർത്താക്കന്മാരെ, അവർക്ക് കൊടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ കർത്താവെ, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളെ വീണ്ടും അവിടുന്ന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം. കുടുംബനാഥനെ അമ്മച്ചിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, പെണ്ണമ്മച്ചിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. നിന്റെ മകൾക്കും കർത്താവെ ഗ്രൂപ്പിൽ കടന്നു വന്നിരുന്ന് പാടുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ദൈവം കൊടുത്ത കൃപയ്ക്കായി
നന്ദിയോടെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹാലലൂയ ഹാലലൂയ ഹാലലൂയ. കർത്താവെ, വാർദ്ധക്യത്തിലും കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കണമേ. കർത്താവെ, ഒറ്റയ്ക്കായിരിക്കുമ്പോ കർത്താവെ അവിടുന്ന് മാത്രമേ ഉള്ളൂ കർത്താവെ തുണ. കർത്താവെ, അവിടുന്ന് കാത്തു പരിപാലിക്കണമേ. യേശുപ്പച്ച പൊന്നൂഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കർത്താവെ കുഞ്ഞിനോട് കൂടെ ഇരുന്ന് അവനെ സഹായിച്ച് കർത്താവെ എല്ലാത്തിനും നല്ല നല്ല ബുദ്ധിയും സാമർഥ്യവുമുള്ള മകനായി ദൈവത്തോട് ചേർന്ന് വസിക്കുന്ന മകനായി കർത്താവെ വളർന്നു വരുവാൻ തക്കോണം ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹാലലൂയ. സ്തോത്രം സ്തോത്രം. റിറ്റിയെയും കിച്ചുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കുഞ്ഞുങ്ങളായിരിക്കുന്ന സ്ഥലത്ത് അവരെ അനുഗ്രഹിക്കണമേ കർത്താവെ. ഇത്രത്തോളം വലിയ കാര്യങ്ങളൊക്കെയും ദൈവം നടത്തി കൊടുത്തതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവെ. മകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹാലലൂയ. സ്തോത്രം. നിന്റെ മകളായിരിക്കുന്നിടത്ത് കർത്താവെ നിന്റെ കൃപ കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എത്രത്തോളം എല്ലാം കരുതി ദൈവം കൊടുത്തതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. കുഞ്ഞുങ്ങൾ 3 പേരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് കൊടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എല്ലാവരും കർത്താവെ ദൈവത്തിൽ അടിസ്ഥാനം ഇട്ട് വളരുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്യണമേ കർത്താവെ. കർത്താവെ, ജ്ഞാനത്തോടെയും വിവേകത്തോടെയും കുഞ്ഞുങ്ങളും കർത്താവെ മക്കളൊക്കെയും വളർന്നു വരുവാൻ തക്കവണ്ണം എന്റെ ദൈവത്തിന്റെ കൃപ കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കുടുംബത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹാലലൂയ. സ്തോത്രം സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു. പാസ്റ്ററെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. നിന്റെ മകനായിരിക്കുന്നത് കർത്താവെ നീ അനുഗ്രഹിക്കണമേ കർത്താവെ. ജോലിയിലും കുടുംബത്തും ഒക്കെ സമാധാനം സന്തോഷം വ്യാപരിക്കുവാൻ തക്കോണം എന്റെ ദൈവത്തിന്റെ കൃപ കൂടെ ഇരിക്കുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവെ. കുടുംബനാഥയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മച്ചിയെ സമർപ്പിക്കുന്നു. അപ്പച്ചനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹാലലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവത്തിന്റെ കൃപ കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹാലലൂയ. സന്തോഷ് ബ്രദറെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ മകനായിരിക്കുന്ന സ്ഥലത്ത് കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കണമേ കർത്താവെ. ദിവസം ദൈവസന്നിധിയിൽ വരുവാൻ തക്കവണ്ണം ദൈവം കൊടുത്ത കൃപയ്ക്കായി കോടാനും കോടി സ്തോത്രം സ്തോത്രം സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു. ഹാലലൂയ ഹാലലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു. മഞ്ജുഷയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കർത്താവെ, കുഞ്ഞായിരിക്കുന്ന സ്ഥലത്ത് അവളെ അനുഗ്രഹിക്കണമേ കർത്താവെ. ഇപ്പൊ വന്നിരിക്കുന്ന അസുഖങ്ങളൊക്കെയും മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ചിക്കൻ ബോക്സിനാലൊക്കെയും കഷ്ടപ്പെടുന്നുണ്ടല്ലോ കർത്താവെ. കർത്താവെ, കുഞ്ഞിനോട് കൂടെ ഇരിക്കണമേ. പൂർണ്ണ സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ കൂടുതൽ കൂടുതൽ അടിസ്ഥാനത്തോട് വളരുവാൻ തക്കണം എന്റെ കർത്താവിന്റെ വലം കൈ വെച്ച് മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹാലലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ലിസി മാത്യുവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ. സ്തോത്ര. കുടുംബത്തിനായി കോടാനും കൂടി സ്തോത്രം സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു. ഹാലലൂയ ഹാലലൂയ. സിജോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കർത്താവെ, മകനോടെ കർത്താവെ ഇന്ന് അവന്റെ ജനന നാളാണല്ലോ യേശുപ്പച്ച. ഹാലലൂയ. സ്തോത്രം. ഈ ദിവസത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. മകന് കൊടുത്ത ഇത്രത്തോളം കൊടുത്ത എല്ലാ നന്മയ്ക്കായും കോടാനും കൂടി സ്തോത്രം കർത്താവെ. ഇനിയുള്ള കാര്യങ്ങളൊക്കെയും എന്റെ ദൈവം തക്ക സമയത്ത് നടത്തി കൊടുക്കുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു. ഹാലലൂയ ഹാലലൂയ. സ്തോത്രം യേശുവേ. നന്ദി കർത്താവെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹാലലൂയ ഹാലലൂയ. നാൻസിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കർത്താവെ, നിന്റെ മകളോട് കൂടെ ഇരിക്കണമേ. കുടുംബത്തോട് കൂടെ ഇരിക്കണമേ. സിന്ധുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ ഹാലലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. കുടുംബത്തിന്റെ എല്ലാ ആവശ്യത്തെയും പൊന്നുപാദത്തിൽ വെക്കുന്ന കർത്താവെ. സുശീല സിസ്റ്ററെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ. സ്തോത്രം സ്തോത്രം. നിന്റെ മകളോട് കൂടെ ഇരിക്കണമേ കർത്താവെ. കർത്താവെ, രശ്മിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇത്രത്തോളം അവിടുന്ന് കൊടുത്ത നന്മയ്ക്കായി കോടാനും കൂടി സ്തോത്രം സ്തോത്രം സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ. ഹാലലൂയ ഹാലലൂയ ഹാലലൂയ. മോളിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. നിന്റെ മകളായിരിക്കുന്ന ദേശത്ത് കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കൂടുതലായും കർത്താവെ ദൈവസന്നിധിയിൽ വളർന്നു വരുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു. ഹാലലൂയ ഹാലലൂയ ഹാലലൂയ. സ്തോത്രം സ്തോത്രം. ശൈലജയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ബിന്ദുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ. കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. നിന്റെ കൃപ കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ ഹാലലൂയ ഹാലലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം.
മാത്യു ചാക്കോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ മകനോട് കൂടെ ഇരിക്കണമേ കർത്താവെ. കർത്താവെ, ഈ ഗ്രൂപ്പിൽ കടന്നു വരുന്ന എല്ലാ കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. സൂസനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിനിതയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രിനിതയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജഫിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. യേശുവേ നന്ദി കർത്താവെ. ഇത്രത്തോളം ഗ്രൂപ്പിൽ കടന്നു വന്നിട്ടുള്ള എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇനി അനേകം മക്കൾ കർത്താവെ ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ തക്കണം എന്റെ കർത്താവ് കൃപ ചെയ്യണമേ. കർത്താവെ, ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കർത്താവെ, അവിടുന്ന് ഞങ്ങൾ പലരെയും മറക്കും കർത്താവെ, എങ്കിലും എന്റെ ദൈവം ആരെയും മറക്കുന്നില്ലല്ലോ യേശുപ്പച്ച. യേശുപ്പച്ച, അവരെയൊക്കെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ തിരുസന്നിധിയിൽ ഇരിക്കുവാൻ തക്കോണം എന്റെ ദൈവം അവരോട് കൃപയായിരിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സമയം അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനയ്ക്കായി മനുഷ്യ ദൈവം ഒരുക്കിയല്ലോ. ദൈവം പ്രാർത്ഥനയ്ക്കെല്ലാം മറുപടി തന്ന് മാനിക്കട്ടെ. ഇനി നമുക്ക് അടുത്ത വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ വിവാഹപ്രായമായ കുഞ്ഞുങ്ങളെ വഹിച്ച് പ്രാർത്ഥിക്കാം. സാമ്പത്തികമായും ബുദ്ധിമുട്ടുന്ന സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. കടഭാരത്തിലായിരിക്കുന്ന സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതിനായി സിസ്റ്റർ പ്രണീതയെ ദൈവനാമത്തിൽ ക്ഷണിച്ചുകൊള്ളുന്നു. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം അപ്പാ. ഹല്ലേലൂയ. നിന്നോട് സ്തോത്രം, നിന്നോട് സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വാഴ്ത്തങ്ങൾ വിശ്വസനമാക്കും മാറാത്ത നല്ല സ്വർഗീയപിതാവേ, നല്ല രാത്രിയുടെ യാമത്തിന് അങ്ങ് വാഴ്ത്തുന്നു സ്തുതിക്കുന്ന അപ്പച്ചാ. ഹല്ലേലൂയ. കഴിഞ്ഞ കാലം മുഴുവനും കർത്താവ് കൃപടിയും അടിയങ്ങളെ ഓരോരുത്തരും അവിടങ്ങളായി പരിപാലിച്ച കൃപയ്ക്കായി അങ്ങേക്ക് നന്ദി പറയുന്നപ്പച്ചാ. ഈ രാത്രി യാമത്ത് കർത്താവ് ഒത്തൊരുമിച്ച് കർത്താവെ സൂം മീറ്റിംഗ് ആയി ഞങ്ങളുടെ വാദവൃത്തിൽ വരുവാൻ തന്ന ഭാഗ്യത്തിനായി നന്ദിയോട് സ്തോത്രം കർത്താവെ. അടിയാട്ടെ സമ്പൂർണ്ണമായി താഴ്ച സമർപ്പിക്കുന്നപ്പാ. ജീവിതത്തിൽ വന്ന സകല കുറവുകളും മേലുള്ള ഒക്കെ ദൈവം ക്ഷമിക്കുന്ന കർത്താവെ. ദാസിനെയും കുഞ്ഞുങ്ങളെ രണ്ടുപേരും ഞങ്ങളത്തിലേക്ക് മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നപ്പച്ചാ. ദേവദാസ് പറഞ്ഞ വിഷയത്തെ സ്വത്രത്തോടെ ഹല്ലേലൂയ ഞങ്ങളുടെ കാര്യത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനപ്പച്ചാ. ഹല്ലേലൂയ, സ്തോത്രം അപ്പാ. ഹല്ലേലൂയ. അടിയങ്ങളെ ദൈവമേ സ്തോത്രം. കുഞ്ഞുങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കും. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കും. ദൈവരെ അനുഗ്രഹിക്കുന്നവരായിരിക്കുന്ന ഇടങ്ങളിൽ, രാജ്യങ്ങളിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടവരായി ദൈവം സഹായിക്കണേ. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണേപ്പാ. കടഭാരത്ത് പറയുന്ന മക്കളെ കടങ്ങളിൽ നിന്ന് വിടുവിക്കണേപ്പാ. പ്രായമായി നിൽക്കുന്ന ആൺകുഞ്ഞുങ്ങളെ പെൺകുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. നല്ല കുടുംബജീവിതങ്ങൾ ഒരുക്കി കൊടുക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ചാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവെ. ശരീര സുഖമില്ലാതെ ഭാരപ്പെടുന്ന നല്ല മക്കൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവെ. പേരുവരായി ഓരോ മക്കളെ ഞങ്ങളുടെ അടുത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാണപ്പാ. അങ്ങേ തൊട്ടും അങ്ങ് തൊട്ടും സൗഖ്യം ലഭിച്ചതുപോലെ സൗഖ്യത്തിന്റെ കാര്യം നീട്ടുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ചാ. ഹല്ലേലൂയപ്പാ. സ്തോത്രം, സ്തോത്രം അപ്പാ. ഭവനമില്ലാതെ ഭാരപ്പെടുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കും. നല്ല ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണേ കർത്താവെ. വാടക കൊടുക്കാൻ, ഭവനത്തിന് കർത്താവ് വാടക കൊടുക്കാൻ ഭാരപ്പെടുന്ന മക്കളുണ്ട്. അത് അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പച്ചാ. അതിന് വേണ്ടുന്ന വഴികളെ തുറക്കണപ്പാ. ഭവനമില്ലാതെ ഭാരപ്പെടുന്ന ദൈവദാസന്മാരുണ്ടപ്പാ. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പച്ചാ. ഹല്ലേലൂയ. ദൈവം അതിനുള്ള മുഖാന്തരങ്ങളുടെ വഴികളൊക്കെ ദൈവം തുറക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ചാ. ഹല്ലേലൂയ. സ്തോത്രം. ഇന്നത്തെ മീറ്റിംഗ് ഏറെ അനുഗ്രഹമായി ദൈവം സഹായിക്കണപ്പാ. കയറിയിരിക്കുന്ന എല്ലാ മക്കളും ദൈവം അനുഗ്രഹിക്കണപ്പാ. ദൈവമേ ലീഡ് ചെയ്യുന്ന ദൈവാസിക്ക് സ്തോത്രം. ദൈവം ധാരാളമായി അനുഗ്രഹിക്കണപ്പാ. അടിങ്ങളുടെ മധ്യവചനമായി കടന്ന ദൈവാസനായ സ്തോത്രങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ദൂതുകളും ആലോചന കേൾപ്പാൻ ദൈവം സഹായിക്കണേപ്പാ. ഹല്ലേലൂയ. അതിന് അടിയാട്ടോട് സംസാരിക്കണം. കയറിയിരിക്കുന്ന ഓരോ വ്യക്തികളും സംസാരിക്കണേ പ്രാർത്ഥിക്കുന്നു അപ്പാ. അതിനം കേട്ട് അനുഗ്രഹം പ്രാപിക്കാൻ സഹായിച്ചാട്ടെ. പ്രാർത്ഥന അനുഗ്രഹിക്കുക. സ്തോത്രം യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്തോത്രം കർത്താവെ. പ്രാർത്ഥിച്ച ദേവദാസിയെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിനായി പ്രാർത്ഥിക്കാം. നമ്മുടെ കൊച്ചു കേരളത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ലോകരാജ്യങ്ങളെ എല്ലാം വഹിച്ചുകൊണ്ട് സുശീല സിസ്റ്റർ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. നല്ലവനും വിശ്വസ്തനും വാക്കുമാറാത്തവനുമായി ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, രാത്രിയുടെ യാമത്തിൽ കർത്താവെ ഒരു പ്രാവശ്യം കൂടി എൻ്റെ പിതാവിന്റെ നാമത്തെ ഒന്ന് ഉയർത്തുവാൻ തക്കണം. പിതാവെ, അവിടുന്ന് ഒരുക്കി തന്ന ഈ ഭാഗ്യ നിമിഷത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. പ്രിയദാസി പറഞ്ഞ വിഷയങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വലിയവനായ ദൈവത്തിന്റെ കരം ഞങ്ങൾക്ക് അനുഗ്രഹമായി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഒന്നോ രണ്ടോ പേർ എവിടെ കൂടിയാലും ഞാൻ നിങ്ങളുടെ മധ്യത്തിലുണ്ടെന്ന് അരുളി ചെയ്ത കർത്താവെ, ഞങ്ങൾ ചുരുക്കം
ചുരുക്കം പേരായിരുന്നുകൊണ്ട് ഈ സൂമിൽ കൂടി കർത്താവെ ഒരുമനപ്പെട്ട ഐക്യമത്യയോടെ എൻ്റെ അപ്പായുടെ സന്നിധിയിൽ അനേക വിഷയങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. എൻ്റെ വലിയവനായ ദൈവം കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിച്ചു എന്നുള്ളതല്ല കർത്താവെ, ഞങ്ങൾക്ക് മറുപടി കാണുവാൻ കർത്താവെ, അത്ഭുത സാക്ഷ്യങ്ങളെ കേൾക്കുവാൻ എൻ്റെ സ്വർഗം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ ഞങ്ങളുടെ വാക്കുകളോ പ്രവർത്തികളോ ചിന്തകളോ കർത്താവെ കുറവുകളോ ഒന്നും അതിൻ്റെ അനുഗ്രഹത്തിനൊരു തടസ്സമായി വരുവാൻ എൻ്റെ സ്വർഗം ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങൾ ആരും പൂർണ്ണരല്ലപ്പാ, ഞങ്ങൾക്ക് കുറവശങ്ങളൊക്കെ ഉണ്ട് കർത്താവെ. വക്രതയും കോട്ടവുമുള്ള തലമുറയിൽ കർത്താവെ പലപ്പോഴും ഞങ്ങൾ ആശിക്കുമണ്ണം മുന്നേറാൻ കഴിയാതെ വീണു പോകാറുണ്ട് കർത്താവെ. ഞങ്ങളുടെ അകൃത്യങ്ങളെ ഓർക്കല്ലേ, പാപങ്ങളെ ക്ഷമിച്ച് കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ഒരു അത്ഭുത വിടുതൽ കാണുവാൻ എൻ്റെ സ്വർഗം സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇന്ത്യ മഹാരാജ്യത്തെ, ഞങ്ങളുടെ കേരളത്തെ എല്ലാം എൻ്റെ അപ്പായുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ലോകമെമ്പാടും സമാധാനമില്ലാതെ കർത്താവെ തകർന്നു നിൽക്കുമ്പോൾ യുദ്ധങ്ങളും ഭൂകമ്പങ്ങളും ക്ഷാമങ്ങളും കർത്താവെ പലവിധ വിഷയങ്ങളുടെ രാജ്യങ്ങൾ കർത്താവെ കലങ്ങി മറിഞ്ഞ് കർത്താവെ ദുഃഖത്തിലും കഷ്ടത്തിലും പ്രതികൂലങ്ങളിൽ കൂടി കടന്നു പോകുന്നുണ്ടല്ലോ. എന്നാൽ ഒന്നും ഞങ്ങൾ അറിയുന്ന കർത്താവെ, എൻ്റെ അപ്പ അറിയാതെ ഒന്നും ഈ ഭൂമിയിൽ സംഭവിക്കുന്നില്ല. എൻ്റെ അപ്പായുടെ വചനത്തിൽ പറയുന്നുണ്ടല്ലോ, അന്ത്യകാലത്ത് കർത്താവെ രാജ്യം രാജ്യത്തോട് എതിർക്കുമെന്നും കലഹിക്കുമെന്നും ഒക്കെ ദൈവവചനത്തിൽ ഞങ്ങളെ മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ടല്ലോ കർത്താവേ. യേശുവേ നന്ദി അപ്പാ, നന്ദി പിതാവേ. ഹാലലുയ, ഹാലലുയ. എന്നാൽ ഇതൊന്നും ഒരു ലോകാവസാനത്തിന്റെ ലക്ഷണമല്ല കർത്താവെ, ഒരു ഈറ്റുനോവ് മാത്രമെന്ന് പറയുന്നത് പോലെ കർത്താവെ, വലിയവനായ ദൈവം കർത്താവെ, ഭൂമിയുടെ അറ്റത്ത് നിന്ന് അറ്റത്തോളം യുദ്ധങ്ങളെ നിർത്തലാക്കാൻ കഴിവുള്ള സർവേശ്വരൻ കർത്താവെ, ജാതികളുടെ കലഹങ്ങളെ ശമിപ്പിക്കാൻ ശക്തനായവൻ കർത്താവെ, സകലവും 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 നിർവഹിക്കാൻ ശക്തനായവൻ കർത്താവെ, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവ് അങ്ങ് മാത്രമാണല്ലോ കർത്താവേ. യേശുവേ, ഭൂമി പാദപീഠം സ്വർഗം സിംഹാസനമാക്കി അടിയങ്ങളെ അവിടുത്തെ പാദപീഠത്തിൽ വെച്ചെങ്കിൽ കർത്താവെ, ഞങ്ങൾക്ക് വരുന്ന കഷ്ടങ്ങൾ പ്രതികൂലങ്ങളിൽ ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ എൻ്റെ സർവേശ്വരന്റെ കരം ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ലോകമെമ്പാടും സമാധാനം എന്തെന്നറിയാതെ അനേകായിരങ്ങൾ കർത്താവെ കണ്ണുനീർ കയത്തിൽ മുങ്ങി താഴുമ്പോൾ കർത്താവെ, കണ്ണുനീർ മറികടന്നു പോകുന്ന ദൈവമല്ലല്ലോ നീ കർത്താവെ. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ഒരു ദൈവമാണല്ലോ കർത്താവെ. യേശുവേ നന്ദിയപ്പാ, നന്ദി പിതാവേ. ഹാലലുയ, ഹാലലുയ. ഞങ്ങൾ ഭാരപ്പെടുന്നതായ സമസ്ത വിഷയങ്ങളുടെ മേലെ കർത്താവെ അവിടുന്ന് അറുതി വരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ കർമ്മേൽ ഗ്രൂപ്പിലുള്ള എല്ലാ ഫാമിലിയെയും കർത്താവെ എൻ്റെ സർവേശ്വരന്റെ പൊന്നുപാദപീഠത്തിങ്കിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വലിയവനായ ദൈവം കർത്താവെ. അനേക വിഷയങ്ങൾ അവരുടെ മുന്നിലുണ്ട് കർത്താവെ. വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാതെ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ. സാമ്പത്തിക ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ. മദ്യത്തിനും മയക്കുമരുന്നും അടിമപ്പെട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി വിലപിക്കുന്ന മാതാപിതാക്കളുണ്ട് കർത്താവെ. വാർദ്ധക്യത്തിലും നരയുള്ള കാലത്തോളം ഞാൻ ചുമന്നുകൊള്ളാമെന്ന് അരുളി ചെയ്ത കർത്താവെ, വാർദ്ധക്യത്തിലും ക്ഷീണത്തിലുമായിരിക്കുന്ന മാതാപിതാക്കളുണ്ട് കർത്താവെ. ഞങ്ങളുടെ സമസ്ത വിഷയങ്ങൾക്കും പരിഹാരം നീ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ എന്ന് അരുളി ചെയ്ത കർത്താവെ. എല്ലാറ്റിനും പരിഹാരം അങ്ങയുടെ പക്കൽ മാത്രമാണ് കർത്താവെ. ഞങ്ങൾക്കൊന്നിനും കഴിവില്ല കർത്താവെ. ഞങ്ങൾക്ക് എൻ്റെ അപ്പായോട് യാചിക്കുവാനല്ലാതെ പ്രാർത്ഥിക്കുവാനല്ലാതെ എളിയവരായ ഞങ്ങൾക്കൊന്നിനും കഴിവില്ല കർത്താവെ. പ്രവർത്തിക്കുന്നത് അങ്ങൊരുവൻ മാത്രമാണ് കർത്താവെ. ഞങ്ങളുടെ പ്രാർത്ഥന യാചനയും കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. അമീൻ, അമീൻ. പ്രാർത്ഥിച്ച സുശീല സിസ്റ്ററിനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനിയും നമുക്ക് നമ്മുടെ ലോകരാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ കുടുംബസ്ഥരായ തലമുറകളെ എല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്ക് ഒരു പ്രത്യേക പ്രാർത്ഥനാ വിഷയമുണ്ട്. എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ആവശ്യമായിട്ട് വന്നിരിക്കുന്നു. എനിക്ക് അത് നാട്ടിൽ നിന്ന് കിട്ടണം. അതിനുള്ള തടസ്സങ്ങളെല്ലാം മാറ്റി തരുവാൻ വേണ്ടി കർമ്മേൽ ഗ്രൂപ്പിൽ പ്രാർത്ഥന ചോദിക്കുന്നു. നാം മുന്നിച്ചാർപ്പിടുമ്പോൾ എരിഹോ മതിൽ തകർന്നു വീണതുപോലെ എൻ്റെ മുൻപിൽ നിൽക്കുന്ന ആ മഹാപർവ്വതം തകർന്നു വീഴുവാൻ എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിക്കുന്നു. അഭിഷിക്തന്മാരുടെ പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് സിസ്റ്റർ ഗ്രേസ് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്തോത്രന്റെ രക്തത്താലും വചനത്താലും പരിശുദ്ധാത്മാവിനാലും കർമ്മേൽ പ്രയർ ഗ്രൂപ്പുള്ള എല്ലാ കുടുംബങ്ങളെയും മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.
ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിയുടെ യാമത്തിനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. വീണ്ടും ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ തന്ന ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഇന്ന് പ്രഭാതം കണ്ട് എത്രയായിരങ്ങൾ കർത്താവ് ഈ രാത്രിയുടെ യാമം കാണാതെ ഭൂമിയുടെ മൊത്തൊന്ന് മാറ്റപ്പെട്ടപ്പോൾ, അനേക രോഗക്കിടക്കയിൽ അഭയം പ്രാപിച്ചപ്പോൾ കർത്താവേ, നീ ഞങ്ങൾക്ക് തന്ന ആയുസ്സിനായി, ആരോഗ്യത്തിനായി, ബലത്തിനായി, സൗഖ്യത്തിനായി കോടാനുകോടി സ്തോത്രം കർത്താവേ. ഞങ്ങളെ തന്നെ അപ്പന്റെ കരങ്ങളിലേക്ക് സമ്പൂർണമായി താഴ്ത്തി ഏൽപ്പിക്കുന്നു. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ആത്മാവിൽ കപടമില്ലാതിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനുണ്ടല്ലോ കർത്താവേ. ഞങ്ങളുടെ ആത്മാവിൽ കപടമുണ്ടോ എന്ന് ഇന്ന് രാത്രി കാലം കർത്താവേ ഞങ്ങളെ ഒന്ന് ചോദന ചെയ്യണമേ കർത്താവേ. ഞങ്ങളുടെ പാപങ്ങൾ എത്ര കടിച്ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കുന്നവനെ, രക്താംബരം പോലെ ആയാലും പഞ്ഞി പോലെ ആക്കുന്ന കർത്താവേ, ഞങ്ങളെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും ഞങ്ങളുടെ ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും തന്നു ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന വൻകൃപയ്ക്കായി സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈ രാത്രി കാലം കർമ്മേൽ പ്രയർ ഗ്രൂപ്പിനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പച്ചാ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ ആരാധനകളോട് ജൽപ്പനമായി തീരല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉള്ളിന്റെ ഉള്ളിൽ നിന്നുള്ള ആരാധനകളും പ്രാർത്ഥനകളും ഉണ്ടാകുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പാൻ സഹായിക്കണമേ കർത്താവേ. അപ്പാ, ഇന്ന് രാത്രി കാലം പ്രാർത്ഥന ലീഡ് ചെയ്യുന്ന മകളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവേ. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ ഒരുമിച്ച് കാഹളമൂതിയപ്പോൾ ഞങ്ങളുടെ എരിഹോം പോലുള്ള മതിലുകൾ തകർന്നു മാറ്റി കർത്താവേ. ഞങ്ങൾ ആർപ്പിടുവാൻ ഞങ്ങളെ സഹായിച്ചവൻ കൃപയ്ക്കായി കർത്താവേ. ജയത്തിന്റെയും ഘോഷത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങൾ ഉണ്ടല്ലോ കർത്താവേ. അപ്പാ, ഞങ്ങളുടെ കർത്താവെ ആവശ്യങ്ങളെല്ലാം സ്തോത്രത്തോടെ ഞങ്ങൾ അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക കർത്താവേ. എന്റെ മകൾ പറഞ്ഞ പ്രാർത്ഥനാ വിഷയം സ്വർഗത്തിലെ അപ്പൻ അറിയുന്നല്ലോ അപ്പച്ചാ. തക്ക സമയത്ത് കർത്താവെ തടസ്സങ്ങളെല്ലാം വെട്ടിമാറ്റി ബർത്ത് സർട്ടിഫിക്കറ്റ് ലഭിക്കുവാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് സഹായിക്കണമേ കർത്താവെ. അപ്പാ, 8 വർഷങ്ങൾക്ക് മുൻപ് അടിയനും ഇതുപോലെ നടന്നതാണ് കർത്താവെ. സ്വർഗത്തിലെ അപ്പൻ എനിക്ക് മുൻപായി തന്റെ ദൂതനെ അയച്ച് തടസ്സങ്ങളെല്ലാം മാറ്റി കർത്താവെ. തക്ക സമയത്ത് ബർത്ത് സർട്ടിഫിക്കറ്റ് അടിയന്റെ കരങ്ങളിൽ കിട്ടുവാൻ തക്കവണ്ണം അവിടുന്ന് എന്നെ സഹായിച്ച ദൈവത്തിന്റെ കരം നിന്റെ മകളോട് കൂടെ ഇരിക്കണം കർത്താവെ. ആ US മണ്ണിലിരുന്നു കൊണ്ട് അപ്പച്ചാ, നിന്റെ മകൾ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ആഗ്രഹിക്കുന്നല്ലോ കർത്താവ്. അതിനുള്ള അപ്പച്ചാ സാഹചര്യങ്ങളെ ഒരുക്കി കൊടുക്കണമേ, അതിനുള്ള വ്യക്തികളെ ഒരുക്കി കർത്താവേ. അപ്പൊ ആ പഞ്ചായത്തിലൊക്കെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവം ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഒരു ഭക്തന് വേണ്ടി അവിടുന്ന് പ്രവർത്തിക്കുന്ന ദൈവമാ കർത്താവേ. ഭക്തന്മാരുടെ നിലവിളിക്ക് ഉത്തരം പറയുന്ന ദൈവമാ കർത്താവേ. അപ്പൊ ഹോവാ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ച ഹോവാ ശ്രദ്ധ വെച്ച് കേട്ട ദൈവമേ, നിന്റെ മകൾക്കായി തടസ്സങ്ങളെല്ലാം മാറ്റി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവേ. ഞങ്ങളുടെ പിഞ്ചു വൈദങ്ങളെ എല്ലാം രക്തം കൊണ്ട് മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പനിയുടെ അസ്വസ്ഥതകളാൽ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ടപ്പാ. അപ്പാ, ജോവിന് കൊടുത്ത വിടുതലിനായി സ്തോത്രം 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 കർത്താവേ. അപ്പാ, എല്ലാ പിഞ്ചു വൈദങ്ങളെ സൂക്ഷിക്കണം, പരിപാലിക്കണം, ബാലാരിഷ്ടകളിൽ നിന്ന് വിടുവിക്കണം. പൈതൽ വളർന്ന് ജ്ഞാനം നിറഞ്ഞ ആത്മാവിൽ ബലപ്പെട്ടെന്ന് പറയുവാനിടയാക്കണമേ കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേലെ യഹോവയുടെ ആത്മാവ് ആവസിക്കണമേ. ജ്ഞാനത്തിന്റെയും ബലത്തിന്റെയും ആലോചനയുടെയും പരിജ്ഞാനത്തിന്റെയും ഭക്തിയുടെ ആത്മാവ് തന്നെ ആവസിക്കുമാറാകേണ്ടമെന്ന് പ്രാർത്ഥനയുടെ യൗവനക്കാരെ എല്ലാം അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യഹോവയെ കണ്ടെത്താകുന്ന കാലത്ത് കുഞ്ഞുങ്ങളെല്ലാം അന്വേഷിക്കുവാന് പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അടുക്കലോടോ അടുക്കാതെ വണ്ണം അങ്ങ് മറവിടമായി സൂക്ഷിക്കണമേ. കഷ്ടത്തിൽ നിന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവേ. അപ്പാ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി അനേകായിരം യുവാക്കന്മാരുണ്ട് കർത്താവേ. അപ്പാ, അവരെല്ലാം ഒന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവേ. അപ്പാ, ഞാൻ ആരെ അയക്കേണ്ടുവാർ നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്നൊരു ശബ്ദത്തിന്റെ മുൻപിൽ ഈ കുഞ്ഞുങ്ങളെല്ലാം ലോകമോഹത്തിൽ നിന്ന് വിടുവിച്ച് കർത്താവേ. യഹോവയെങ്കിലെ സന്തോഷം എന്റെ ബലമാകുന്നെന്ന് പറയുവാനിടയാക്കണമേ കർത്താവേ. ലോകരാജ്യങ്ങളിലെല്ലാം സുവിശേഷ വേലയിൽ നിൽക്കുന്ന എല്ലാ അഭിഷിക്തമാരെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. സൂം മീറ്റിംഗ്, യൂട്യൂബുകളെ കർത്താവേ, ഫേസ്ബുക്കുകളിലെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ നടക്കുന്ന എല്ലാ മീറ്റിങ്ങുകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പ എല്ലാ രാജ്യങ്ങളിലെ ഉണർവിന് വേണ്ടി എല്ലാ തലമുറകളെ ഉപയോഗിക്കണമേ കർത്താവേ. സ്തോത്രം. ഞങ്ങളുടെ ഗ്രൂപ്പിൽ തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെയും കയറി എല്ലാ
എല്ലാ അഭിഷിക്തന്മാരെ ഞങ്ങളുടെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന പച്ച അവരെല്ലാം ആയിരിക്കുന്ന രാജ്യങ്ങൾ അനുഗ്രഹമായി മാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പച്ച സ്തോത്രം. അപ്പൊ ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ കേരളത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവ്. വടക്കേ ഇന്ത്യ ശുശ്രൂഷ എടുക്കുന്ന അഭിഷിക്തന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പൊ അവരുടെ സഭയാം കുടുംബങ്ങളെ, അവരുടെ തലമുറകളെ എല്ലാം ഏൽപ്പിച്ച പ്രാർത്ഥിക്കുക കർത്താവെ. അപ്പൊ കാലാവധിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോ സമാധാനം നഷ്ടപ്പെട്ട ലോകത്തിൽ കർത്താവ് ഞങ്ങളുടെ ദിവ്യ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യണേ, രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളഞ്ഞു മിണ്ടാതാക്കണമേ കർത്താവെ. അപ്പാ യേശുവേ, അപ്പ ഇസ്രായേലിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു, യെരൂശലേമിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇവിടെ അനേകായിരങ്ങൾ ദൈവത്തിലേക്ക് നോക്കട്ടെ കർത്താവെ, ദൈവരാജ്യത്തിന് വേണ്ടി എഴുന്നേൽക്കട്ടെ കർത്താവെ. അപ്പച്ച പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെടണമേ, പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിച്ച കർത്താവെ. എല്ലാ രാജ്യങ്ങളെയും വിടുവിക്കണമേ, എല്ലാ രാജ്യങ്ങളുടെ നിയമങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിദേശ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം പാർക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ആ രാജ്യത്തിലെ നിയമങ്ങളൊക്കെ അനുകൂലമാക്കി കൊടുക്കണമേ. രാജ്യത്തിലെ നിയമങ്ങൾക്ക് കീഴ്പ്പെട്ട കുഞ്ഞുങ്ങളെല്ലാം പാർക്കുവാൻ ഇടയാക്കണമേ. അറബ് രാജ്യങ്ങളെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവിടെയൊക്കെ നടക്കുന്ന രഹസ്യമായി നടക്കുന്ന എല്ലാ സുവിശേഷ വേലകളെ ഏൽപ്പിക്കുന്നു. ഒരു വളർച്ച ഉണ്ടാകണം, ഒരു വിശാലതയിലേക്ക് കൊണ്ടുവരണമേ. ഞങ്ങൾ ഞെരുക്കത്തിലേക്ക് ഹോമയെ വിളിച്ചപേക്ഷിക്കുന്നു, ഞങ്ങളെ വിശാലതയിലേക്ക് കൊണ്ടുവന്ന ദൈവമാകിയാൽ സ്തോത്രം. ഇന്ന് രാത്രി കാർമേൽ പ്രയർ ഗ്രൂപ്പിൽ കയറിയ എല്ലാ കുടുംബങ്ങളെ, അവരുടെ മാതാപിതാക്കന്മാരെ, അവരുടെ സഹോദര കുടുംബങ്ങളെ, ദേശങ്ങളെ എല്ലാം ഏൽപ്പിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക കർത്താവെ. ഇന്ന് രാത്രി വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്ന ഭവനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ സമാധാനം കണ്ടു ആ കുടുംബത്തെ നിറയ്ക്കണമേ കർത്താവെ. നാളത്തെ ഫ്യൂണറൽ സർവീസിനെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു, ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിയുടെ സിജോയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പാ. ഒരു വർഷക്കാലം കൂടെ കർത്താവെ അവിടുന്ന് പരിപാലിച്ചല്ലോ, കൊടുത്ത എല്ലാ നന്മയ്ക്കായി സ്തോത്രം. പുതുവർഷം കർത്താവെ ആരും കണ്ടിട്ടില്ലാത്ത നന്മയുടെ ഉറവിടം നിന്റെ പൈതലിന് വേണ്ടി തുറന്നു കൊടുക്കണമേ. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും നിന്റെ പൈതലിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പാ. ഇന്ന് രാത്രി വചനവുമായി കയറിയിരിക്കുന്ന അഭിഷക്തനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ മകനായിരിക്കുന്നതേ രാജ്യത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രാത്രി കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു സംസാരിപ്പാ അപ്പാ അവിടുന്ന് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുക കർത്താവ് സഹായിക്കണം. നീറുന്ന ഹൃദയവുമായി നാളെയുടെ ദിവസം അഭിമുഖീകരിക്കാൻ കഴിയാതെ ഭാരമേറിയ വിഷയങ്ങളുമായി ദൈവസന്നിധിയിൽ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, വേദനപ്പെട്ടിരിക്കുന്നവരുണ്ട് കർത്താവെ. ഇന്ന് രാത്രി ആ വചനത്തിന്റെ ശക്തി അവരെ ആശ്വസിപ്പിക്കണമേ. അപ്പൊ ആരോഗ്യ സൗഖ്യം പ്രാപിപ്പാൻ, അസ്ഥികൾക്ക് തണുപ്പ് തരുന്ന ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി പ്രാഗൽഭ്യത്തോടും ബഹുനിശ്ചയത്തോടും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സംസാരിപ്പാനിടയാക്കണം. ഞങ്ങളുടെ വിപാശ്രയം കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നാളെ രാത്രി ഞങ്ങളോട് വചനം സംസാരിപ്പാൻ സാഹചര്യം എല്ലാം ഒരുക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം അങ്ങയുടെ നാമമഹത്വമായി തീരണം. അടിയനെ സമ്പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിക്കുക. അല്പസമയം ഞങ്ങൾ അങ്ങയുടെ വചനത്തിന് മുമ്പ് ഇരിക്കട്ടെ കർത്താവ്. അവിടെ ഞങ്ങളോട് കൃത്യമായി ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം സ്തോത്രം സ്തോത്രം. സകലതും കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ താഴ്മയോടെ ചോദിക്കുന്നു, കൃപയോട് കേട്ടുത്തരമരുളുമാറാകണമേ. ആമേൻ 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 ആമേൻ. പ്രാർത്ഥിച്ച സിസ്റ്റർ ഗ്രേസിയെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സാറാമ്മ ചാണ്ടിയുടെ ഹസ്ബൻഡിന്റെ മരണത്തിലും വേർപാടിലും ദുഃഖത്തിലുമായിരിക്കുന്ന കുടുംബത്തെ ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർമ്മേൽ ഗ്രൂപ്പിന്റെ അനുശോചനവും പ്രാർത്ഥനയും ഈ സമയം കുടുംബത്തെ ഞങ്ങൾ അറിയിക്കുന്നു. സ്വർഗീയ സമാധാനം നൽകി കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും നമുക്ക് വചന സന്ദേശത്തിനുള്ള സമയമാണ്. കർത്താവെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. പ്രിയ അഭിഷിക്തനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വചനവാതിൽ തുറന്നു കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളോട് അറിയിക്കുവാനുള്ള ദൂതുകൾ, ആലോചനകളൊക്കെ കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനുഷ്യ ശബ്ദമല്ല കർത്താവെ, പരിശുദ്ധാത്മാവിന്റെ ഇമ്പസ്വരങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറ്റങ്ങളോ കുറവുകളോ ഒന്നും കർത്താവെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുവാൻ ദൈവം സമ്മതിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. സകല ശുശ്രൂഷയും ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുന്നതിനാൽ സ്തോത്രം. ആമീൻ. അഭിഷിക്തനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ. അനുഗ്രഹീതമായ നല്ല രാത്രിവേളയ്ക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം ദൈവസന്നിധിയിൽ ഒരുമിച്ച് പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്നെ നല്ല അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു.
കർമ്മൽ ഇന്റർനാഷണൽ പ്രയർ ഗ്രൂപ്പിന് അനുഗ്രഹീതമായ നിലയിൽ നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ദാസി സിസ്റ്റർ ഗ്രേസ്, ഈ മീറ്റിങ്ങിനെ പ്രാർത്ഥനയിൽ കോർഡിനേറ്റ് ചെയ്ത കർത്താവിന്റെ ദാസി, ഗാനങ്ങളിലൂടെ ആരാധനകളിലൂടെ നമ്മെ ആരാധനയിലേക്ക് നയിച്ച പ്രിയപ്പെട്ടവർ എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇപ്രകാരം ഈ മീറ്റിംഗിൽ എനിക്കും ദൈവത്തിന്റെ വചനവും കർത്താവിന്റെ സാക്ഷ്യവും നിമിത്തം നിങ്ങളോട് ഒരുമിച്ച് ഈ രാത്രിയിൽ ഒരുമിച്ചായിരിക്കുവാൻ ദൈവം തന്ന നല്ല അവസരത്തെ ഞാൻ ഒരു പദവിയായി കണക്കാക്കുന്നു. ഒരുമിച്ച് ദൈവം തരുന്ന നല്ല കൂട്ടായ്മകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് തിരുവചനത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ കർത്താവ് ശരണപ്പെടുന്നു. എൻ്റെ പേര് ജോമോൻ എന്നാണ്. ഞാനിപ്പോൾ ദുബൈയിലായിരിക്കുന്നു. ഞങ്ങളുടെ കുടുംബമായി ഇവിടെ പാർത്ത് കർത്താവിന്റെ മാറ്റമില്ലാത്ത കർത്താവിന്റെ വേലയും അപ്പോൾ തന്നെ ജോലിയോടനുബന്ധിച്ചും ഈ ദേശത്തായിരിക്കുന്നു. കർത്താവ് ഞങ്ങളെ കുടുംബമായി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം. സ്വദേശം നിലമ്പൂരാണ്. വൈഫ്, കുഞ്ഞുങ്ങൾ 2 പേര്. ഞങ്ങളോടൊപ്പം ഞങ്ങൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഈ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ ഇപ്രകാരം കഴിഞ്ഞ 2 വർഷമായിട്ട് ഇപ്രകാരം ഒരു സൂം മീറ്റിംഗ് തുടങ്ങി അതിന് അനുഗ്രഹീതമായ നിലയിൽ ഇത്രത്തോളം കൊണ്ടുപോകുവാൻ വാത്സല്യ സഹോദരങ്ങൾക്ക് ദൈവം കൊടുത്ത കാഴ്ചപ്പാടുകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുദിനം എല്ലാ ദിവസങ്ങളും മാറ്റമില്ലാതെ എല്ലാ ദിവസങ്ങളും തിരുവചനത്തിന് മുന്നിലും പ്രാർത്ഥനയ്ക്കും വേണ്ടി സമയങ്ങളെ വേർതിരിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട് കർത്താവിന് ഇടപെടുവാൻ ഉണ്ട്. വ്യക്തമായി വ്യക്തിപരമായി കർത്താവിന് നമ്മളോട് ഇന്ന് രാത്രി സംസാരിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചനത്തിൽ ആയിരിക്കാം. മുമ്പേ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ച വാത്സല്യ സഹോദരി ഓർപ്പിച്ച ഒരു കാര്യം നമ്മളെല്ലാവരും കേട്ടിരിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ നടുവിൽ നാം എത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കരത്തിൽ തിരുവചനവും മറ്റൊരു കരത്തിൽ ഈ ലോകത്തിന്റെ ന്യൂസ് പേപ്പറും എടുത്ത് നമ്മൾ ഒരുമിച്ച് 2 കരങ്ങളിലൂടെ എടുത്തു വെച്ച് നോക്കുന്ന ഏതൊരു ഭക്തനും തിരിച്ചറിയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്ത് ആയിരിക്കുകയാണ്. നമ്മുടെ കർണപടങ്ങളിൽ അതിന്റെ ആ ശബ്ദം മാറ്റൊലിക്കൊണ്ടുകൊണ്ടിരിക്കുക. ലോക സംഭവങ്ങൾ അതിനെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമുക്കൊരു പ്രത്യാശയുണ്ട്. ഈ ലോകം കീഴ്മേൽ മറിഞ്ഞാലും, ഈ ലോകത്തിന്റെ സകലതും അസ്തമിച്ചു പോയാലും, അസ്തമിക്കാത്ത തിരുവചനം കൊണ്ട്, ഹല്ലേലൂയ, അറ്റുപോകാത്ത ദൈവസ്നേഹം കൊണ്ട് നമ്മെ ക്രിസ്തുവിൽ ബന്ധിച്ചിരിക്കുന്ന ദൈവത്തിന്റെ കൃപയെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ രാത്രി നമുക്ക് ഒരുമിച്ച് ദൈവവചനത്തിന്റെ മുന്നിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ, ഒരു കാര്യം നാം തിരിച്ചറിയണം. നമ്മുടെ കർത്താവ് ആരാണെന്ന് നാം തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടതും നാം ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടതുമായ കാര്യം നമ്മുടെ കർത്താവ് ആരാണെന്ന്. പലപ്പോഴും നമ്മുടെ ദൈവത്തെ നമുക്ക് തിരിച്ചറിയാനോ നമ്മുടെ ദൈവത്തെ നമുക്ക് മനസ്സിലാക്കാനോ കഴിയാതെ പോകുന്ന ഒരു അനുഭവം പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്തുണ്ട്. നമ്മുടെ ദൈവം നോക്കിയ നിങ്ങള് ഈ ഭൂലോകത്തെ മുഴുവൻ നിർമ്മിച്ച അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഒറ്റ വാക്കുകൊണ്ട് അതിനെ പറഞ്ഞൊതുക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ ഒരു വാക്കിൽ നിങ്ങൾ ഒരു ആഴത്തിനൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു പ്രകാശ വർഷം എന്ന് പറയുന്നത് നമുക്കറിയാം. ഒരു പ്രകാശത്തിന് സഞ്ചരിക്കണമെങ്കിൽ ഏകദേശം 1 മണിക്കൂറിൽ ഒരൊറ്റ സെക്കൻഡിൽ കണ്ണിമ നിൽക്കുന്നതിനിടയിൽ പ്രകാശം സഞ്ചരിക്കുന്നത് പറയുന്നത് ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ ആണ് ഒരു നിമിഷം കൊണ്ട്. അങ്ങനെയാണെങ്കിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഭൂമിയിൽ എത്താൻ കഴിയാത്ത പ്രകാശം ഇന്നും ഉണ്ടെന്ന് പറയുമ്പോൾ എത്ര വലുപ്പത്തിലാണ് ഈ പ്രപഞ്ചത്തെ കർത്താവ് അതിനെ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അത്ര വലുപ്പമുള്ളൊരു ദൈവം, അല്ലെങ്കിൽ അത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഈ ഭൂമണ്ഡലത്തെ നിർമ്മിച്ചു വെച്ചൊരു ദൈവം നമ്മുടെ ഹൃദയത്തിനകത്ത് വന്ന് വസിക്കുന്നു എന്ന് പറയുമ്പോൾ ആ വലിമ, കർത്താവിന്റെ ആ വലിമയുള്ള ദൈവം, ആ വലിപ്പമുള്ള കർത്താവ്, ആ വലിയ ദൈവം നമ്മുടെ ചെറിയ മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് വസിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ വലിയ കൃപ, അതിനേക്കാൾ വലിയ ഒന്നും ഈ ലോകത്തിനകത്തില്ല. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ നമ്മള് വേദനയുള്ളവരായിരിക്കാം, കഷ്ടതയുള്ളവരായിരിക്കാം, ജീവിതത്തിൽ ഞെരുക്കമുള്ളവരായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി ക്രിസ്തുവിനെ വഹിക്കാൻ കൃപ ലഭിച്ചവരെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് രാത്രി ഹല്ലേലൂയ, ക്രിസ്തുവിനെ വഹിക്കാൻ, ക്രിസ്തുവിനെ ചുമക്കാൻ, ക്രിസ്തുവിന്റെ പെട്ടകത്തിന് തോൾ കൊടുക്കാൻ ദൈവം നമുക്ക് തന്ന നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ആമുഖങ്ങൾ പറഞ്ഞ് സമയം കളയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് രാത്രി കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്തുകൊണ്ട് എന്നെ ഏൽപ്പിച്ച തിരുവചനത്തിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവിന് ഞാൻ ശരണപ്പെടുകയാണ്. കഴിഞ്ഞ ദിനങ്ങളിൽ ഈ മീറ്റിങ്ങിനെ കുറിച്ച് അറിഞ്ഞ സമയം മുതൽ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് അവസരം തന്നുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. നിങ്ങളോട് പറയുവാൻ, നിങ്ങളോട് സംസാരിക്കുവാൻ
ഇന്ന് രാത്രി കർത്താവിനെ ഏൽപ്പിച്ച ഒരു തിരുവചനം ഇന്ന് ഈ രാത്രി ഈ പ്രിയപ്പെട്ടവർക്ക്, ഇന്ന് രാത്രി ജോയിൻ ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കും. വളരെ പ്രാർത്ഥനയോടെ കർത്താവെ എന്നോട് ഒരു വാക്കിലെങ്കിലും കർത്താവ് എന്നോട് സംസാരിക്കണമെന്നുള്ള ചിന്തയോടെ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയങ്ങളെ അറിഞ്ഞ് കർത്താവ് നമ്മളോട് ഇടപെടും. എനിക്കറിയാം പല ടൈം സോണുകളിലാണ് നമ്മൾ ഇന്ന് രാത്രി ദിവസത്തിലായിരിക്കുന്നത്. പല രാജ്യങ്ങളിൽ നിന്നാണ് ഇതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ തന്നെ പല നാട്ടിലൊക്കെ സമയം ഒത്തിരി അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്ന സമയത്തിന് മുന്നിലും നാം ഒരുമിച്ച് ദിവസത്തിൽ ഇരിക്കുന്നതിന് പിന്നിൽ കർത്താവിന് ചില ഉദ്ദേശങ്ങളുണ്ട്. കർത്താവിന് ഇന്ന് രാത്രി നമ്മൾ ഇടപെടാനുണ്ട്. കർത്താവിന് നമ്മുടെ എന്തൊക്കെയോ സംസാരിക്കാനുണ്ട്. വിശ്വാസത്തോടുകൂടി ഒരുമിച്ച് ദിവസത്തിലായിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി തീർച്ചയായും പരിശുദ്ധാത്മാവ് നമ്മൾ ഇടപെടാൻ പോവുകയാണ്. വളരെ വേഗത്തിൽ നമുക്കൊരു തിരുവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ചലിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. യെശയ്യാപ്രവചനം 43-ാം അധ്യായത്തിന്റെ അതിന്റെ 18, 19, 20 വാക്യങ്ങൾ ഈ രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായി ഞാൻ വായിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. യെശയ്യാപ്രവചന പുസ്തകം 43-ാം അധ്യായം അതിന്റെ 18, 19, 20 വാക്യം നമുക്ക് ഏവർക്കും വളരെ പരിചിതമുള്ളതും നാം എപ്പോഴും പറയുന്നതും നമ്മുടെ പ്രാർത്ഥനയിൽ ഉരുവിടുന്നതും പലപ്പോഴും നമ്മളെ ബലപ്പെടുത്തുന്നതുമായ തിരുവചനത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇവിടെ വായിക്കുന്നത് ഇപ്രകാരമാണ്: മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾ അത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ ജനത്തിന് കുടിപ്പാൻ കൊടുക്കേണ്ടതിന് ഞാൻ മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് നദികളും നൽകിയിരിക്കുന്നത് കൊണ്ട് കാട്ടുമൃഗങ്ങളും കുറുക്കന്മാരും ഒട്ടകപ്പക്ഷികളും എന്നെ ബഹുമാനിക്കും. ഇന്ന് രാത്രി തിരുവചനം കരങ്ങളിലുള്ളവരെല്ലാം ആ തിരുവചനം ഒന്ന് എടുക്കാൻ കഴിയുമോ? നിങ്ങൾ വിവിധമായ സാഹചര്യങ്ങൾക്കുള്ളിലായിരിക്കാം, എങ്കിലും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, നിങ്ങളുടെ സാഹചര്യങ്ങൾ അനുവദിക്കുന്നെങ്കിൽ ഈ തിരുവചനം നിങ്ങളുടെ കരങ്ങളിൽ എടുത്ത് ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ വായിക്കാം. മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഞാൻ പുതിയൊന്നും ഞാൻ ചെയ്യുന്നു, ഇതാ ഞാൻ പുതിയൊന്നും ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾ അത് അറിയുന്നില്ലയോ? പ്രിയമുള്ളവരെ, ഈ തിരുവചനം കർത്താവ് പറയുന്നത് ആരോടാണെന്ന് നാം ആദ്യം ചിന്തിക്കണം. നമുക്കറിയാം യെശയ്യാപ്രവചനം എന്ന് പറയുന്നത് വലിയ പ്രവാചകന്മാരുടെ പുസ്തകത്തിലെ ഏറ്റവും അഗ്രഗണീയനായ പ്രവാചകനാണ് യെശയ്യാപ്രവാചകൻ എന്ന് പറയുന്നത്. ഇസ്രായേൽ ജനം അശൂര്യൻ അടിമത്തത്തിനകത്ത് കിടക്കുമ്പോൾ, അശൂരിന്റെ അടിമത്തത്തിനകത്ത് ഇസ്രായേൽ ജനം പോയ ഒരു സമയത്ത് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ലാത്ത ഒരു അവസ്ഥയുടെ മുന്നിൽ എങ്ങനെ അടുത്ത സ്റ്റെപ്പ് എടുത്ത് വെക്കും, അടുത്ത കാര്യങ്ങൾ എന്തായിത്തീരും, ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിന്റെ നടുവിൽ കർത്താവ് അവരോട് ദൂത് പറയാൻ ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കുന്നതാണ് യെശയ്യാവിന്റെ പ്രവചന ചരിത്രം നാം കാണുന്നത്. ഇപ്പോൾ ഈ തിരുവചനത്തിന്റെ യെശയ്യാപ്രവചനം 43-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം അവിടെ കാണുന്നത് അതിന്റെ ഈ വാക്യങ്ങൾ നാം വായിച്ചു കേട്ട ഈ വാക്യം കർത്താവ് ആരോടാ പറയുന്നതെന്ന് അതിന്റെ 3-ാമത്തെ വാക്യത്തിനകത്ത് പറയുന്നുണ്ട്. നിന്റെ ദൈവവും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ, നിനക്ക് മറുവിലയായി ഞാൻ മിസ്രയീമിനെയും നിനക്ക് പകരമായി കൂശിനെയും സെബയെയും കൊടുത്തിരിക്കുന്നു. നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായിരിക്കിയാൽ, ഞാൻ നിന്നെ സ്നേഹിക്കിയാൽ, ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു. അതായത് ഈ ദൂത് ദൈവം കൈമാറുന്നത് ഒരു ജനത്തിനു വേണ്ടിയാണ്, ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പ്രത്യേക ജാതിക്ക് വേണ്ടി, ഒരു പ്രത്യേക ജനത്തിനു വേണ്ടി ദൈവം ഈ ദൂത് കൈമാറുക. എന്താ ദൂത്? നിങ്ങൾ മുൻപുള്ളവയെ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കണ്ട, ഇതാ ഞാൻ പുതിയൊന്ന് ചെയ്യുന്നു. ഈ ദൂത് പറയുന്നത് ദൈവം തനിക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു ജനത്തോടാണ് ഈ ദൂത് പറയുന്നത്. വളരെ ശ്രദ്ധിച്ചിരിക്കണമേ, വളരെ പ്രാർത്ഥനയോടെ ദിവസം ഇരിക്കണമേ. ഈ ദൂത് പറയുമ്പോൾ അവരോട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഈ ദൂത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകേണ്ടത്, നിങ്ങൾക്ക് പകരമായി നിങ്ങളുടെ മറുവിലയായി ഞാൻ ചില ജാതികളെ കൊടുത്ത് നിങ്ങളെ എന്ത് ചെയ്തിരിക്കുകയാണ്? വിലക്ക് വാങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ വില കൊടുത്തു വാങ്ങിയിരിക്കുന്ന എന്റെ ജനമേ, ഞാൻ വില കൊടുത്തിരിക്കുന്ന എന്റെ മക്കളെ, നിങ്ങളോട് എനിക്ക്
എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്. നിങ്ങൾ പണ്ടുള്ളവയെ ഓർക്കണ്ട, മുൻപുള്ളവയെ നിങ്ങൾ നിരൂപിക്കണ്ട. ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പുതിയ ഒന്ന് ചെയ്യാൻ പോകുക. ഹല്ലേലൂയ. നോക്കിയേ, ഹല്ലേലൂയ. ഈ വാക്യത്തിനകത്ത് നിന്നുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ നമ്മളോട് ഇപ്രകാരമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ ജനം ഹല്ലേലൂയ നോക്കിയേ, മുൻപുള്ളവയെ ഓർക്കണ്ട എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ അതിനകത്ത് വ്യക്തമായി തെളിഞ്ഞു വരുന്ന ഒരു ചിത്രമുണ്ട്. അല്ല, ഓർക്കാൻ ആഗ്രഹിക്കാത്ത എന്തൊക്കെയോ ഇവരുടെ ജീവിതത്തിനകത്ത് കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അല്ല, അവർ മറക്കാൻ ആഗ്രഹിക്കുന്ന എന്തൊക്കെയോ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചൊന്നുകൂടെ അയവിറക്കാൻ ആഗ്രഹിക്കാത്തത് ജീവിതത്തിനകത്ത് വ്യക്തമായി അനുഭവിക്കപ്പെട്ട ഒരു കൂട്ടം ജനമാണ് ഇസ്രായേൽ മക്കൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ അവർ പിന്നിട്ട പാതകൾ, അവർ നടന്നു വന്ന വഴികൾ, അല്ലെങ്കിൽ അത് പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അവർക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിൽ, അവർക്കൊരിക്കലും അതൊന്നുകൂടെ അയവിറക്കാൻ കഴിയാത്ത വിധത്തിൽ കഠിനമായ ചില പദങ്ങളിലൂടെ അവർ യാത്ര ചെയ്ത ജനമാണ് ഇസ്രായേൽ ജനം. ഇന്ന് രാത്രി ഹല്ലേലൂയ അവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞതാണ്, നമ്മുടെ വായിച്ചു കേട്ടത്, നിങ്ങൾ ഹല്ലേലൂയ മുൻപുള്ളവയെ ഓർക്കണ്ട. അതായത് ഓർക്കാൻ ആഗ്രഹിക്കാത്ത രീതിയിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിനകത്ത് തിക്തമായി കടന്നു വന്ന പലത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് കടന്നു വന്നിരിക്കാം. ഹല്ലേലൂയ നിങ്ങൾ ആഗ്രഹിക്കാത്ത ചിലത്, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചിലത് ജീവിതത്തിൽ ഹല്ലേലൂയ എന്തായി തീരുമെന്ന് നിങ്ങൾ പലപ്പോഴും ദൈവസന്നിധിയിൽ ചോദിച്ച ചിലത് ജീവിതത്തിനകത്ത് കടന്നു വന്നിട്ട് അതിനെ ഓർക്കുമ്പോൾ ജീവിതത്തിനകത്ത് വേദന ഉണ്ടാകുന്ന തരത്തിൽ മനസ്സിനെ മുറിപ്പെടുത്തുന്ന രീതിയിൽ ജീവിതത്തെ ദൈവസന്നിധിയിൽ നിന്ന് ദൈവത്തോട് അടുക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ വേദനജനകമാക്കുന്ന ചിലതൊക്കെ എന്തൊക്കെയോ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി ദൈവം പറയുകയാണ്, നിങ്ങൾ അതിനെ ഓർക്കണ്ട. നിങ്ങളെ മുറിപ്പെടുത്തിയ ചില വിഷയങ്ങൾ, നിങ്ങളെ വേദനപ്പെടുത്തിയ ചില നാളുകൾ, നിങ്ങളെ കഠിനമാക്കിയ ചില വിഷയങ്ങൾ ഇന്ന് രാത്രി നിങ്ങൾ ഓർക്കണ്ട. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പുതിയൊരു വഴി തുറക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഇന്ന് രാത്രി അല്പമായി ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് പരിചിതമില്ലാത്ത പുതുവഴികൾ എന്നുള്ള വിഷയത്തെ കുറിച്ചാണ് അല്പമായി നിങ്ങളോട് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ വചനം പറയുമ്പോൾ തന്നെ നിങ്ങളോട് ദൈവത്തിന്റെ വ്യക്തിപരമായ ദൂതുകൾ ഈ വചനത്തിനകത്തുണ്ട്. ഈ വചനത്തിനകത്തുണ്ട് വ്യക്തിപരമായ ദൈവിക ദൂതുകൾ ഈ വചനത്തിനകത്തുണ്ട്. ദൈവവചനത്തെ കവിഞ്ഞൊരു പ്രവചനം ഈ ഉലകത്തിലില്ല പ്രിയമുള്ളവരെ. ഇന്ന് രാത്രി ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനം തരുമ്പോൾ അതിനെ ഏറ്റെടുത്ത ദിവസം പ്രാർത്ഥിക്കുമെങ്കിൽ ഈ രാത്രി ജീവിതത്തിൽ ചില വിടുതലിന്റെ രാത്രിയായി മാറാൻ പോവുകയാണ്. ഈ രാത്രി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് പരിചിതമല്ലാത്ത ചില പുതുവഴികൾ, നാം ഇതുവരെ പരിചയിക്കാത്ത രീതിയിലുള്ള ചില വഴികളാ ദൈവം നമുക്ക് വേണ്ടി തുറക്കുന്നത്. അത് ചില പുതുവഴികളാ ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളതും ഇതുവരെ നമ്മൾ കേട്ടിട്ടുള്ളതും ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളതുമായ ചില മേഖലകൾക്കപ്പുറത്ത് ദൈവം തന്റെ ജനത്തിനു വേണ്ടി തുറക്കാൻ ആഗ്രഹിക്കുന്നത്, ദൈവം തന്റെ ജനത്തെ നടത്താൻ ആഗ്രഹിക്കുന്നത് ഇതുവരെ നടക്കാത്ത ചില വഴികളിലൂടെയാണ്. നോക്കിയേ, നമുക്ക് വേഗത്തിൽ അത് എങ്ങനെയുള്ളതാണെന്ന് അറിയാമോ? നമ്മുടെ വായിക്കുന്നത് നിർജ്ജന പ്രദേശത്തൊരു വഴി. നോക്കിയേ, നിർജ്ജന പ്രദേശത്താണ് ആ വഴി ഒരുങ്ങി വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോകം നിർജ്ജനമെന്ന് കരുതുന്നിടത്ത്, നാം തന്നെ ഇനി വഴിയില്ലെന്ന് കരുതുന്നിടത്ത്, ഇനി ഇതിനകത്തൊരു പ്രതീക്ഷ നമുക്ക് വെച്ചു പുലർത്താൻ കഴിയാത്ത ഇടങ്ങളിൽ ദൈവം പറയുകയാണ്, ഈ മരുഭൂമിക്കകത്തൂടെ ഞാൻ ചിലത് ചെയ്യുമ്പോൾ അത് കണ്ട് സന്തോഷിക്കാൻ ചിലത് അതിനെ കണ്ടിട്ട് അതിനെ വിസ്മയത്തോടെ നോക്കുന്ന ഒരു കൂട്ടത്തെ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. നോക്കിയേ, ദൈവം തന്റെ ജനത്തിനു വേണ്ടി തുറന്ന പുതുവഴികളെ അവർ അനുഭവിക്കുമ്പോൾ അതിനെ വിസ്മയത്തോടു കൂടി നോക്കുന്ന ഒരു കൂട്ടത്തെ നിങ്ങൾ അവിടെ കണ്ടില്ലേ? അവിടെ വായിച്ചത് ഇങ്ങനെയാണ്, നദികൾ മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് നദികളും നൽകിയിരിക്കുന്നത് കണ്ട് കാട്ടുമൃഗങ്ങളും കുറുക്കന്മാരും ഒട്ടകപ്പക്ഷികളും എന്ത് ചെയ്യും? നോക്കിയേ, അവർ എന്നെ ബഹുമാനിക്കും. തന്റെ ജനത്തിനു വേണ്ടി ദൈവം ഇതുവരെ നടക്കാത്ത രീതിയിലുള്ള ഇതുവരെ കാണാത്ത ചില വഴികൾ മരുഭൂമിക്കകത്ത്, അതുപോലെ നിർജ്ജനമെന്ന് ലോകം വിധി എഴുതുന്ന ഇടത്ത് ഒരിക്കലും വെള്ളം വരത്തില്ലെന്ന്, ഒരിക്കലും ഒരു ജലനദി ഉണ്ടാകത്തില്ലെന്ന് ചിന്തിക്കുന്ന ചില സാഹചര്യങ്ങൾക്ക് നടുവിൽ ദൈവം ചിലത് തുറന്നു വരുമ്പോൾ അത് കാണുന്നവർ വിസ്മയം പൂണ്ടുന്ന ദിനമായി മാറും. ഇന്ന് രാത്രി ജീവിതത്തിനകത്ത് ഭാരത്തോടിരിക്കുന്ന ദൈവജനമേ, ഈ രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ദൈവം നിനക്ക് വേണ്ടി ചില പുതുവഴികൾ തുറക്കുമ്പോൾ, ദൈവം ചിലത് തുറക്കും.
നടക്കുമ്പോൾ അത് കാണുന്ന ചിലർ വിസ്മയിക്കുന്ന രാത്രിയായി മാറും, വിസ്മയിക്കുന്ന ദിനങ്ങളായി മാറും. നിനക്ക് മാത്രമല്ല, നിന്നെ കാണുന്നവർ, നമ്മെ കാണുന്നവർ, നമ്മളെ കാണുന്നവർ എന്ത് ചെയ്യും? വിസ്മയഭരിതരായി മാറുന്ന ചില വഴികൾ ദൈവം നമുക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. ഈ രാത്രി വിശ്വാസത്തോടെ വചനം ഏറ്റെടുക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് പറയുകയാണ്, നോക്കിയേ, ഇസഹാക്കിനു വേണ്ടി കർത്താവ് ഒരു പുതുവഴി തുറന്നു കേട്ടോ, ഒരു വഴി തുറന്നു. നമുക്കതൊന്ന് വായിച്ചിട്ട് വളരെ വേഗത്തിൽ തിരിച്ച് നമുക്ക് വരാൻ ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിന്റെ 6-7 വാക്യത്തിനകത്ത് നമുക്ക് വളരെ പരിചയമുള്ള ഭാഗങ്ങളിലൂടെയാണ് രാത്രി ഞാൻ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ. അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറകെടുത്തു, തന്റെ മകനായി ഇസഹാക്കിന്റെ ചുമലിൽ വെച്ചു. തീയും കത്തിയും താൻ എടുത്തു, ഇരുവരും ഒന്നിച്ചു നടന്നു. അപ്പോൾ ഇസഹാക്ക് തന്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പ എന്ന് പറഞ്ഞതിന് അവൻ, എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. തീയും വിറകും ഉണ്ട്, എന്നാൽ ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ എന്ന് അവൻ ചോദിച്ചു. ദൈവം തനിക്ക് ഹോമയാഗത്തിനൊരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും. മതി. പ്രൈസ് ലോർഡ്. നോക്കിയേ, താങ്ക് യു ആന്റി. ഇടയ്ക്കൊന്ന് വായിച്ചു തരുന്നത് വളരെ ഉപകാരമായിരിക്കും. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. നോക്കിയതോടെ പ്രകാരമാണ് കാണുന്നത്, അബ്രഹാമും ഇസ്ഹാക്കും കൂടെ യാഗം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് ആ സംഭവവും ചരിത്രവും എല്ലാം അറിയാം. തനിക്ക് കർത്താവ് കൊടുത്ത ഏറിയ നാളത്തെ കാത്തിരിപ്പിന് ശേഷം, ഏറിയ നാളുകൾ ദൈവത്തോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവം തനിക്ക് നൽകിയ ആ ഏകജാതനായ തന്റെ പുത്രനെ, തന്റെ അരുമ സന്താനത്തെ തിരിച്ച് കർത്താവിന് വേണ്ടി യാഗം കഴിക്കണമെന്ന് പറഞ്ഞ ആ വാക്കിനെ അനുസരിച്ച് ഒരു ആരാധനയ്ക്ക് വേണ്ടി, ദൈവത്തെ ഒരു യാഗത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന അബ്രഹാമിനെയും തന്റെ പുത്രനായ ഇസ്ഹാക്കിനെയുമാണ് നാം ഈ വാക്യത്തിൽ പരിചയപ്പെട്ടത്. നോക്കി, ആ വാക്യത്തിനകത്ത് നിങ്ങൾ കാണുമ്പോൾ അബ്രഹാമിനോട് ഇസ്ഹാക്ക് ഒരു ചോദ്യം ചോദിക്കുകയാണ്. അവൻ ചോദിക്കുന്നത് ഇപ്രകാരമാ, അപ്പാ എന്നിട്ട് വിറകുണ്ട്, കത്തിയുണ്ട്, തീയുണ്ട്, യാഗത്തിനുള്ള മൃഗമെന്തിയെ? സ്വാഭാവികമായും വളരെ ന്യായമായ ഒരു ചോദ്യമാണ് ആര് ചോദിച്ചത്? ഇസഹാക്ക് ചോദിച്ചത്. കാരണം എന്താണെന്ന് അറിയാമോ? ഇസഹാക്ക് ജനിച്ച കാലം മുതൽ കാണുകയും പരിചയപ്പെടുകയും ചെയ്ത ഒരു ആരാധനയുടെ ക്രമമുണ്ട്. അവൻ അറിഞ്ഞ ഒരു ആരാധന ക്രമമുണ്ട്. അവൻ എന്നെല്ലാം യാഗത്തിന് പോയിട്ടുണ്ടോ അന്നെല്ലാം അബ്രഹാം കത്തിയെടുത്തിട്ടുണ്ട്, വിറകെടുത്തിട്ടുണ്ട്, തീ എടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ ഒരു യാഗമൃഗവും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇസഹാക്ക് ഇതുവരെ പരിചയിച്ചിട്ടുള്ള ആരാധന. അങ്ങനെയാണ് ഇസഹാക്ക് ഇതുവരെ യാഗം കഴിച്ചിട്ടുള്ളതും അവൻ കണ്ടതും പരിചയിച്ചതും അവൻ അനുഭവിച്ചതുമായ ആരാധനയുടെ ക്രമം അങ്ങനെയാ. എന്നാൽ ഇസഹാക്ക് ഇന്ന് പോകുമ്പോൾ അവൻ കാണുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ്. അവിടെ എന്താ കാണുന്നത്? കത്തിയുണ്ട്, വിറകുണ്ട്, തീയുണ്ട്, പക്ഷേ ഈ യാഗത്തിനുള്ള മൃഗം അവിടെ ഇല്ല. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ആ ഭാഗത്ത് നിന്ന് കർത്താവിനോട് പറഞ്ഞൊരു ദൈവിക ദൂത് നിങ്ങൾക്ക് വേണ്ടി കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ആരാധനകൾ നാം പരിചയിച്ചു വന്ന ചില രീതികളിലാണ്. നാം പലപ്പോഴും ദിവസത്തിൽ അടുത്തു വരുന്നത് നാം എപ്പോഴും പരിചയിച്ചു വന്ന ചില രീതികളിലാണ്. നാം പലപ്പോഴും നമ്മുടെ ആരാധനകളെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് എങ്ങനെ നമ്മുടെ മീറ്റിംഗുകൾ കൂടി വരുന്നത്, ഒരാൾ പ്രാർത്ഥിക്കുന്നു, ഒരാൾ സങ്കീർത്തനം വായിക്കുന്നു, പിന്നെ ഒരാൾ പ്രാർത്ഥിക്കുന്നു, പിന്നെ ഒരാൾ പ്രസംഗിക്കുന്നു. അല്ലെ, എഴുതപ്പെട്ടിട്ടിരിക്കുന്ന ഒരു നിയമമില്ലെങ്കിലും പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാണ്? റിച്വൽ ഫോളോ ചെയ്യുക. അല്ലേ? നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. നമ്മുടെ പരിചയം അങ്ങനെയാണ്. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ദൈവാത്മാവിന്റെ നിയോഗത്തോടുകൂടി ദൈവാത്മാവിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവ സാന്നിധാനത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതുവരെ കാണാത്ത ആരാധനയുടെ ചില തലങ്ങൾ വെളിപ്പെട്ട് വരും. ഇന്ന് രാത്രി വിശ്വസിക്കാൻ ആർക്കൊക്കെ കഴിയുന്നുണ്ട്? നോക്കിയാ ഇവിടെ അബ്രഹാം ഇസഹാക്കിനോട് പറയുകയാണ്, മോനെ എല്ലാ സാധനവും ഞാൻ എടുത്തിട്ടുണ്ട്, പക്ഷേ എന്റെ കയ്യിൽ എന്തില്ല? മൃഗമില്ല. പക്ഷേ അത് യഹോവ കരുതിക്കൊള്ളും, അത് യഹോവ കരുതിക്കൊള്ളും. നോക്കിയേ, അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവെന്ന് പറയാനുള്ള ഒരു കാര്യമുണ്ട്. അവൻ വിശ്വാസം ജീവിതത്തിനകത്ത് പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുത്ത വ്യക്തിയായതുകൊണ്ടാണ്. നോക്കിയേ, ദൈവം പറഞ്ഞ വാക്കിനകത്ത് നിന്നുകൊണ്ട് അബ്രഹാം ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അവൻ ആ സ്റ്റെപ്പുകൾ കയറുകയാണ്. മോറിയാമല 3 ദിവസത്തെ വഴിദൂരം അവർ ഇരുവരും നടന്നിട്ടും അവർക്ക് യാഗത്തിനുള്ള മൃഗം കിട്ടിയില്ല. അവർ പരിചയിച്ച ആരാധന, അവർ കണ്ടുകൊണ്ടിരുന്ന ആരാധന അതിനെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരു സാഹചര്യവും ഒരുങ്ങി വന്നില്ല.
പക്ഷേ നിങ്ങളൊരു കാര്യം ഓർക്കണം, അബ്രഹാം ആ മോറിയാമലയുടെ മുകളിലെത്തിയപ്പോൾ തന്റെ മകനെ പിടിച്ച് യാഗത്തിനായി കെട്ടി നമുക്കറിയാം, അവനെ ആ യാഗപീഠത്തിന്റെ മുകളിൽ കിടത്തുന്നവരെ ദൈവത്തിന്റെ ഒരു ഇടപെടൽ അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സമയം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ ഇടപെടൽ എന്ന് പറയുന്നത് നാം വിചാരിക്കുന്ന സമയമല്ല എന്റെ ദൈവത്തിന്റെ സമയം. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് നമ്മുടെ സമയത്ത് ദൈവം എല്ലാം ചെയ്യണമെന്ന് നാം ചിന്തിക്കുന്നത്? നാം അസൈൻ ചെയ്ത, നാം ചിന്തിച്ചു വെച്ചിരിക്കുന്ന ചില വഴികളിലൂടെ കർത്താവ് വരണമെന്ന് നാം പലപ്പോഴും ചിന്തിക്കാറുള്ളത്. ഇന്ന് രാത്രി ദൈവം പറയുന്നു, അങ്ങനെയല്ല. നിങ്ങൾ അസൈൻ ചെയ്ത വഴിയിലല്ല, ഞാൻ അസൈൻ ചെയ്ത വഴിയിലൂടെ നിങ്ങൾ വരണം. ആമേൻ. രാത്രി ആമേൻ പറയാൻ കഴിയുമോ? ഇന്ന് രാത്രി ആമേൻ കഴിയാൻ ആർക്കൊക്കെ കഴിയുന്നുണ്ട്? നോക്കിയേ, ദൈവം പറയുകയാണ്, നിങ്ങൾ അസൈൻ ചെയ്ത പോലെ അല്ല, ഞാൻ അസൈൻ ചെയ്ത പോലെ വന്നാൽ ചില പ്രവർത്തികൾ നിന്റെ ജീവിതത്തിനകത്ത് കാണും. എന്തും അവിടെ സംഭവിച്ചത് നിങ്ങൾക്ക് അറിയാമോ? നോക്കിയേ, യാഗത്തിനൊരു നിയമമുണ്ട് അല്ലെ? യാഗത്തിനൊരു നിയമമുണ്ട്. യാഗത്തിന്റെ നിയമം എന്ന് പറയുന്നത് നമുക്കറിയാം. ഏകദേശം 1 വയസ്സുള്ള ഒരു ആട്ടിൻകുട്ടിയെ വേണം എന്താ വേണം യാഗം കഴിക്കാനായിട്ട്. ഏകദേശം 1 വയസ്സുള്ള ഒരു ആട്ടിൻകുട്ടിയെ യാഗം കഴിക്കണം. അതുപോലെ അതിന് ഊനമില്ലാത്തതായിരിക്കണം. അതിന് മറ്റ് ക്ഷതങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. അത്തരത്തിലുള്ള ഒരു ആട്ടിൻകുട്ടിയെ മാത്രമേ സെലക്ട് ചെയ്തുകൊണ്ട് എങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ, ആരാധനയ്ക്ക് വരാനുള്ള അവർക്കുള്ള നിയമം അനുവദിച്ചിരുന്നുള്ളൂ. ലേവ്യ പുസ്തകത്തിൽ യാഗത്തിന് നിയമം കൊടുക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഇവിടെ നാം കാണുന്നത് എന്തുവാണെന്നറിയാമോ? അബ്രഹാം തന്റെ മകന് വേണ്ടി താൻ ഇതുവരെ പരിചയിക്കാത്ത ഒരു രീതിയിലേക്ക്, താൻ ഇതുവരെ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു രീതിയിൽ തൻ ആരാധനയ്ക്ക് വേണ്ടി സ്റ്റെപ്പുകൾ എടുത്തു വെച്ച, താൻ അതിനു വേണ്ടി തയ്യാറായി, കാലുകൾ എടുത്തു വെക്കാൻ തയ്യാറായപ്പോൾ അപ്പുറത്ത് ദൈവം അവന് വേണ്ടി അത്ഭുതത്തെ കരുതുന്ന ദൈവമായി മാറി. നോക്കിയേ, താനക്ക് ഏകദേശം അങ്ങനെയാണെങ്കിൽ ഈ ആട്ടിൻ കുഞ്ഞ് അവിടെ കുരുങ്ങിക്കിടക്കുന്നത് അബ്രഹാം കാണുകയാണ്. ദൈവം ഒരുക്കിയിരിക്കുന്ന പ്രൊവിഷൻ ആര് കാണുകയാണ്? അബ്രഹാം അവിടെ കാണുകയാണ്. അബ്രഹാം എന്താ കണ്ടത്? ഒരു പാകതയായ ഒരു ആട്ടിൻകുട്ടി. ദൈവം അവന് വേണ്ടി യാഗം കഴിക്കുന്നതിന് തടസ്സമില്ലാത്ത രീതിയിൽ തന്നെ, ഒന്നുകൂടെ പറഞ്ഞാൽ അതിന് പക്വമായ രീതിയിലുള്ള ഒന്നിനെ തന്നെ കർത്താവോടെ പ്രൊവൈഡ് ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ ആവശ്യങ്ങൾ എങ്ങനെയാണെന്ന് കർത്താവിന് അറിയാം. ഇന്ന് രാത്രി ദൈവം പറയുകയാണ്, നാം കർത്താവിന് വേണ്ടി നിൽക്കാൻ തയ്യാറായാൽ, നാം വില കൊടുത്ത ദൈവസന്നിധിയിൽ വേണ്ടി നിൽക്കാൻ തയ്യാറായാൽ, ഇന്ന് രാത്രി നിന്റെ ആവശ്യം എപ്രകാരമുള്ളതാണെന്ന് കർത്താവിന് അറിയാം. അത് കർത്താവിനെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് രാത്രി കർത്താവിന് നമ്മുടെ ഹൃദയം അറിയാം, നമ്മുടെ അവസ്ഥ അറിയാം, നമ്മുടെ സാഹചര്യങ്ങൾ അറിയാം. നമുക്ക് എന്താണ് വേണ്ടത്, എപ്പോഴാണ് വേണ്ടത്, എങ്ങനെയാണ് വേണ്ടത്, ഏതാണ് വേണ്ടതെന്ന് വ്യക്തമായി നമ്മെ നിർമ്മിച്ചവനും നമ്മെ സൃഷ്ടിച്ചവനുമായ കർത്താവിന് അറിയാം. അവൻ എന്ത് ചെയ്യുന്നു അറിയാമോ? അതിനനുസരിച്ച് നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തത്. നോക്കട്ടെ, ഇന്ന് രാത്രി ദൈവം പറയുകയാണ്, നോക്കി അബ്രഹാമിന് വേണ്ടി, ഇസ്ഹാക്കിന് വേണ്ടി അവൻ പരിചയിക്കാത്ത ഒരു വഴിയിലൂടെ ചേരും. നമുക്ക് രൂത്തിന്റെ പുസ്തകത്തിലേക്ക് ഒന്ന് കടന്നു വരാം. 1-2 കാര്യങ്ങൾ നിങ്ങളോട് ഓർപ്പിക്കാനാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പം റൂത്തിന് വേണ്ടി ദൈവം പ്രവർത്തിച്ച ഒരു പുതുവഴിയുണ്ട്. ദൈവം ഒരു പുതുവഴി അവർക്ക് വേണ്ടി തുറക്കുകയാണ്. അത് നമുക്കൊന്ന് തിരുവചനം വായിക്കാൻ ആഗ്രഹിക്കുന്ന 2-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 2-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. അവളെ ഉപദ്രവിക്കരുത്, പെറുക്കേണ്ടതിന് അവൾക്കായിട്ട് കറ്റകളിൽ നിന്ന് വലിച്ചിട്ടേക്കണം, അവളെ ശകാരിക്കരുത് എന്ന് കൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കിയേ, രൂത്തിനെ കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അല്ലെ? മോവാബിൽ നിന്ന് കടന്നുപോയ നവോമി, യെരൂശലേമിൽ നിന്ന് മോവാബിലേക്ക് കടന്നുപോയ, അപ്പത്തിന്റെ ഭവനമായ ബേത്ലഹേമിൽ നിന്ന് മോവാബിലേക്ക് കടന്നുപോയ നവോമി. നവോമിക്ക് അവിടെ ചെന്ന് ചില ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കപ്പെടുവാനിടയായിത്തീരുന്നു. ആ ബന്ധങ്ങളൊക്കെ സ്ഥാപിച്ചെങ്കിലും ചിലതൊക്കെ നഷ്ടമായി. അവൾ എന്ത് ചെയ്യാണ്? ജീവിതത്തിന്റെ അകത്ത് ഒറ്റപ്പെട്ടവളായി മാറ്റപ്പെടുക. നമുക്ക് ആ സംഭവങ്ങളും കഥകളും ഒക്കെ അറിയാവുന്നത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് ഒന്നും പോകാതെ അതിന്റെ കോറായിട്ടുള്ള ദൈവനെ ഏൽപ്പിച്ച ആ സന്ദേശത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നത്. നോക്കിയേ, അങ്ങനെ മോവാബിൽ ചെന്ന് ചിലതൊക്കെ നന്മ പ്രാപിക്കാമെന്നും താൽക്കാലിക ലാഭത്തിനും വേണ്ടിയൊക്കെയാണ് ആരങ്ങോട്ട് പോയത്? നവോമി മോവാബിലേക്ക് പോയത്. ഇപ്പോൾ ഇരിക്കുന്ന ഇടത്ത് അപ്പത്തിന്റെ ഭവനമാണെങ്കിലും അവിടെ എന്ത് ചെയ്തു? ക്ഷാമത്തിന്റെ മണ്ഡലങ്ങൾ തുറക്കപ്പെട്ടു. ഹല്ലേലൂയ.
ഇപ്പോൾ നിൽക്കുന്ന ഇടം അതിൽ അല്പം പ്രതികൂലം വന്നപ്പോൾ, അതിൽ ഒരല്പം പ്രതിസന്ധി ജീവിതത്തിനകത്ത് കടന്നു വന്നപ്പോൾ മെച്ചമായതും അല്പം കൂടെ അതിൽ മെത്തരവുമായത് ചികഞ്ഞോടിയ ഒരു നവോമിയെ നമ്മളുടെ കാണുക. അതിൽ നോക്കിയേ, നാമളും പലപ്പോഴും ഇങ്ങനെയാ പ്രിയമുള്ളവരെ. അതിൽ ഈ നിൽക്കുന്ന ഇടങ്ങളിൽ, നിൽക്കുന്ന ജോലിക്കകത്തൊക്കെ ചെറിയ ചെറിയ പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ ആളുകൾ നാം എന്ത് ചെയ്യാണ്? പലപ്പോഴും അതൊക്കെ ഇട്ടച്ചോടുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലില്ല. ഇന്ന് രാത്രി ഉറച്ചു നിൽക്കാൻ തയ്യാറായാൽ ദൈവം അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. നോക്കിയേ, ഇന്ന് രാത്രി നിൽക്കുന്നിടത്ത് ആ സ്റ്റാൻഡിൽ നിൽക്കാൻ തയ്യാറായാൽ ദൈവം നമുക്ക് വേണ്ടി ചിലതൊക്കെ ചെയ്യുന്ന ദൈവമാ. നോക്കി, ഇവിടെ എന്താ സംഭവിച്ചത്? അവൾ അവിടേക്ക് ഓടിപ്പോവുകയാണ്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ താൽക്കാലികമായി അവൾക്ക് ചില നന്മകളൊക്കെ പ്രാപിക്കാനിടയായി തീർന്നു. താൽക്കാലികമായ ലാഭത്തിനു വേണ്ടി പോയാൽ ചിലപ്പോൾ താൽക്കാലികമായ ചില നന്മകളൊക്കെ നമുക്ക് ലഭിച്ചേക്കാം. എന്നാൽ അതൊന്നും ശാശ്വതമല്ലെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയണം. ദൈവാത്മാവ് വ്യക്തമായി നമ്മളോട് പറയുകയാണ്. ആരോടൊക്കെയോ പറയുകയാണ്, താൽക്കാലികമായിട്ടുള്ളതിന് വേണ്ടിയല്ല കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. താൽക്കാലികമായ ചിലതല്ല. ഇന്ന് രാത്രി ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് ശാശ്വതമായ ചിലതാണ്. ഇന്ന് രാത്രി ശാശ്വതമായത് ചിലത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അവൻ നമ്മെ വിളിച്ചത് ശാശ്വതമായതിലേക്കാണ്. അവൻ നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത് ശാശ്വതമായതിലേക്കാണ്. ഇന്ന് രാത്രി ഹല്ലേലൂയ, നോക്കിയേ, മോവാബിലേക്ക് മാറ്റപ്പെടുകയാണ്. ആര്? നവോമി. നവോമി തിരിച്ചു വരികയാണ്. നവോമി തിരിച്ചു വരുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഓർപ്പ മാറിപ്പോയി. തന്റെ ഭർത്താവ് മരിച്ചുപോയി. തന്റെ മക്കളൊക്കെ മരിച്ചുപോയ ശേഷം നമുക്കറിയാവുന്നതുപോലെ ഓർപ്പയും റൂത്തും മാത്രമായി മാറുകയാണ് അവൾക്ക് ബാക്കി വെച്ചത്. അങ്ങനെ റൂത്തുമായി ചേർന്ന് അവള് എങ്ങോട്ട് വരുന്നു? തിരിച്ച് ബേത്ലഹേമിലേക്ക് മടങ്ങി വരുന്ന ചരിത്രമാണ് നമ്മൾ ഈ 2-ാം അധ്യായത്തിൽ വായിക്കുന്നത്. അവൾ എങ്ങനെ തിരിച്ചു വരുമ്പോൾ തിരിച്ചവൾ ജീവിത സന്ധാരണത്തിന് വേണ്ടി തന്റെ ജീവിതത്തിലെ ഒരു ഗതി പിടിപ്പിക്കാനെന്ന രീതിയിൽ തിരിച്ച് അവൾ ഒരു മടക്കയാത്ര നടക്കുകയാണ്. എങ്ങോട്ട്? ബേത്ലഹേമിലേക്ക്. ഒരു മടക്കയാത്ര, ഒരു യൂട്ടേൺ, ജീവിതത്തിനകത്ത് ഒരു യൂട്ടേൺ അവൾ എടുക്കുകയാണ്. തിരിച്ച് അപ്പത്തിന്റെ ഭവനമായ തന്റെ ഇടത്തേക്ക് വരാൻ അവൾ ആഗ്രഹിക്കുക. പക്ഷേ തിരിച്ചു വരുന്ന നവോമിയെ നിങ്ങളത് ശ്രദ്ധിച്ച്, ജീവിതത്തിനകത്ത് ഒന്നുമില്ലാത്തവളായി, കിടക്കാൻ ഇടമില്ലാത്തവളായി, സാഹചര്യങ്ങൾ ഒന്നെല്ലാം പ്രതികൂലമുള്ളവളായി, ആഹാരത്തിന് പോലും വകയില്ലാത്തവളായി, അവൾ ഒന്നെല്ലാം നഷ്ടപ്പെട്ടവളായി തിരിച്ചു വരുമ്പോൾ അവൾ പറയുന്നൊരു വാക്കുണ്ട്, എന്നെ ഇനി നവോമി എന്ന് വിളിക്കണ്ട, എന്നെ ഇനി മാറാന്ന് വിളിച്ചാൽ മതി. അത്രമാത്രം കൈപ്പേറിയ അനുഭവത്തോടുകൂടി, ജീവിതത്തിനകത്ത് വളരെ വേദനയോടുകൂടി അവൾ മടങ്ങി വരികയാണ്. മടങ്ങി വരുമ്പോൾ ദൈവം അവൾക്ക് വേണ്ടി ചിലത് ഒരുക്കി വെക്കുന്ന നമ്മളവിടെ കാണുന്നത്. റൂത്തിന് വേണ്ടി കർത്താവ് ദൈവത്താൽ അസൈൻ ചെയ്യപ്പെട്ട ഒരു ക്രമീകരണം അവിടെ വരുന്നത് നമുക്ക് കാണുകയാണ്. എന്താണ് സംഭവിക്കുക നമുക്കറിയാം. റൂത്തിനെ അവിടെ അവർ ഒരുമിച്ച് അവിടെ കടന്നു വരിക. അവർക്ക് ആഹാരത്തിന് നിവർത്തിയില്ലാതെ വന്നപ്പോൾ അവനെ എന്തെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞയക്കുക, ബോവസിന്റെ വയലിലേക്ക് പറഞ്ഞയക്കുക. നോക്കേ, ഈ റൂത്ത് ബോവസിന്റെ വയലിൽ ചെല്ലുന്നു. വയലിൽ ചെന്നിട്ട് അവൾ എന്ത് ചെയ്യുന്നത്? അവിടെ ചെല്ലുന്നത് കാല പറക്കാൻ വേണ്ടിയാണ്. ആര് ചെല്ലുന്നത്? ഈ റൂത്ത് ബോവസിന്റെ വയലിൽ എത്തപ്പെടുന്നത് കാല പറക്കാൻ വേണ്ടിയാണ്. കാല പറക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണെന്ന്, അല്ലെ? പരദേശിക്ക് അവര് കൊയ്ത്തു സമയത്ത്, കൊയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ കൊയ്ത് കെട്ടുന്ന കറ്റകൾക്കകത്ത് നിന്ന് താഴെ വീണ് പോകുന്നത് മാത്രമാണ് കാലയായിട്ട് പെറുക്കേണ്ടത്. അത് ആരാ പെറുക്കേണ്ടത്? അത് പരദേശിയും വിധവയും പെറുക്കേണ്ടതാണ് കാല എന്ന് പറയുന്നത്. ആവർത്തന പുസ്തകത്തിലുണ്ട്. അങ്ങോട്ടൊന്നും പോകാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിടുക. അത് നോക്കിയാൽ അവിടെ വളരെ വ്യക്തമായി കാല പെറുക്കുന്നതിന് നിയമമുണ്ട്. കാല പെറുക്കുന്നതിന് അവിടെ ചട്ടം വെച്ചിട്ടുണ്ട്. അതിന്റെ ചട്ടപ്രകാരം, അതിന്റെ റൂള് പ്രകാരം പരദേശിക്കും വിധവയ്ക്കും മാത്രമേ കാല പെറുക്കാൻ അവകാശമുള്ളൂ. അപ്പോൾ തന്നെ അതെങ്ങനെയായിരിക്കണം? അത് കറ്റയിൽ നിന്ന് അറിയാതെ വീണു പോകുന്നത് മാത്രമേ പെറുക്കാനുള്ള അധികാരമുള്ളൂ. നോക്കിയാൽ നമ്മളുടെ വായിച്ച വാക്യം ഇനി ഒന്ന് വായിച്ചേ. ആ വാക്യത്തിനകത്ത് 16-ാമത്തെ വാക്യത്തിനകത്ത് നോക്കിയേ, അവളെ ഉപദ്രവിക്കരുത്, പെറുക്കേണ്ടതിന് അവൾക്കായിട്ട് കറ്റകളിൽ നിന്ന് വലിച്ചിട്ടേക്കണം, അവളെ ശകാരിക്കരുത്. മതി ആന്റി, മതി. നോക്കിയേ, അവിടെ വായിക്കുന്ന പ്രകാരമാണ്, അവളെ ഉപദ്രവിക്കരുത്. അവളെ ഉപദ്രവിക്കരുത്. അവൾ പെറുക്കേണ്ടതിന് കറ്റയുടെ ഇടയിൽ നിന്ന് ചിലതുകൂടെ വലിച്ചിട്ട് കൊടുക്കണമെന്ന്. എന്തോ നിങ്ങൾക്ക് മനസ്സിലായി? കഴിഞ്ഞ കാലങ്ങളിൽ പ്രിയമുള്ളവരെ, ഈ ബോവസിന്റെ വയലിൽ അനേക വിധവമാര് പെറുക്കിയിട്ടുണ്ട്. അനേക പരദേശികൾ കടന്നു വന്ന് കാല പെറുക്കിയിട്ടുണ്ട്. അവർക്കാർക്കും കിട്ടാത്ത ഒരു കൺസിഡറേഷൻ, അവർക്കാർക്കും കിട്ടാത്ത ഒരു പരിഗണന
റൂത്തിന് വേണ്ടി ദൈവം ഒരുക്കി കൊടുക്കുന്നത് നമ്മൾ കാണുന്നത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ദൂത് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതുവരെ പരിഗണിക്കാതെ കിടന്ന ചിലത്, ഇതുവരെ പരിഗണിക്കാതിരുന്ന ചിലത് ഇന്ന് രാത്രി വചനത്തിന് മുന്നിൽ ഓപ്പണായി വരിക. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇതുവരെ കൺസിഡർ ചെയ്യാത്ത ചിലത് നിന്നെ കൺസിഡർ ചെയ്യാൻ പോവുക. ഇന്ന് രാത്രി വിശ്വസിക്കാൻ കഴിയുമോ? ഇന്ന് രാത്രി വിശ്വസിക്കാൻ കഴിയുമോ? നിന്റെ ജോലി സ്ഥലത്ത്, നിന്റെ ജായിരിക്കുന്ന മേഖലകളിൽ, നീ പ്രതീക്ഷിക്കുന്ന ചില ഇടങ്ങളിൽ ചില കൺസിഡറേഷന് വേണ്ടി ആഗ്രഹിക്കുന്നതും ഇതുവരെ കിട്ടിയിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി നിന്നെ പരിഗണിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്നെ മനസ്സിലാക്കുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. അവന് ചില പദ്ധതികൾ നിന്നിലൂടെ ഉണ്ട്. ഇന്ന് രാത്രി വിശ്വസിക്കാൻ കഴിയുമോ? ഒരു പദ്ധതി കർത്താവ് കരുതി വെച്ചിട്ടുണ്ട്. അതൊരു ചെറിയ പദ്ധതിയല്ല, അതൊരു ചെറിയ പദ്ധതിയല്ല. മറിച്ച് ഒരു വലിയ പദ്ധതിക്ക് വേണ്ടി രുത്തെ നിന്നെ കണ്ടിട്ടുണ്ട്. ഒരു വലിയ പദ്ധതിക്ക് വേണ്ടി നിന്നെ ദൈവം ഒരുക്കാൻ പോകുകയാണ്. അതൊരു ചെറിയ പദ്ധതിയല്ല. ഇതുവരെ പെറുക്കിയവർക്കാർക്കും കറ്റയുടെ ഇടയിൽ നിന്ന് വലിച്ചിട്ട് കൊടുത്ത ചരിത്രമില്ല ഇസ്രായേലിന്റെ ജീവിതത്തിനകത്ത്. എന്നാൽ ഇന്ന് രാത്രി ദൈവം അസൈൻ ചെയ്ത പ്രകാരം നീ നടന്നാൽ ഈ ദൈവം എന്റെ ദൈവം എന്ന് പറഞ്ഞ, ഈ കർത്താവ് ദൈവം എന്റെ ദൈവം എന്ന് പറഞ്ഞ നവോമിക്ക് ചേർന്ന് ഇറങ്ങി തിരിച്ചൊരു രൂത്തെ നിന്നെ കൺസിഡർ ചെയ്യാതെ പോകാൻ എന്റെ കർത്താവിന് കഴിയത്തില്ല. ഇന്ന് രാത്രി ആര് വിശ്വസിക്കുന്നുണ്ട്? യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില വഴികൾ കർത്താവ് ഓപ്പൺ ആക്കുക. ഞാൻ പുതിയതൊന്ന് ചെയ്യുക, പുതിയതൊന്ന് ഇന്ന് രാത്രി ചിലത് ഉത്ഭവിക്കും. നിങ്ങൾ അത് അറിയുന്നില്ലേ? ദൈവാത്മാവ് പറയുകയാണ്, അത് അറിയുന്നില്ലേ? ഇതുവരെ കാണാത്ത, ഇതുവരെ അനുഭവിക്കാത്ത, ഇതുവരെ ആർക്കും കൊടുക്കാത്ത ചില കൺസിഡറേഷൻ, ഇതുവരെ ആർക്കും ലഭിക്കാത്ത ചില കൺസിഡറേഷൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കാൻ പോവുകയാണ്. വളരെ വേഗത്തിൽ നമുക്ക് ഞാൻ ആ ഭാഗം വിട്ടേച്ച് കടന്നു വരാൻ ആഗ്രഹിക്കും. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വന്നേ. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 5-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 18 മുതലുള്ള ഭാഗങ്ങളിലേക്ക് വേഗത്തിലൊന്ന് കടന്നു വന്നാട്ടെ. 5-ാം അധ്യായം. അപ്പോൾ ചില ആളുകൾ പക്ഷപാതം പിടിച്ച ഒരു മനുഷ്യനെ കിടക്കയിൽ എടുത്തുകൊണ്ടുവന്നു. അവനെ അകത്തു കൊണ്ടുചെന്ന് അവന്റെ മുൻപിൽ വെപ്പാൻ ശ്രമിച്ചു. പുരുഷാരം ഹേതുവായി അവനെ അകത്തു കൊണ്ടുചെല്ലുവാൻ വഴി കാണാഞ്ഞിട്ട് പുരമേൽ കയറി ഓട് നീക്കി അവനെ കിടക്കയോടെ നടുവിൽ യേശുവിന്റെ മുൻപിൽ ഇറക്കി വെച്ചു. അവരുടെ വിശ്വാസം കണ്ടിട്ട് അവൻ, മനുഷ്യ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ശാസ്ത്രിമാരും നോക്കിയേ, നമ്മൾ വായിച്ചു കേട്ട തിരുവചനം നമുക്കറിയാം. കർത്താവിന്റെ പരശുശ്രൂഷ കാലഘട്ടങ്ങളിൽ സംഭവിച്ച ഒരു സംഭവമാണ്, ഒരു സംഭവ കഥയാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. അവിടെ പ്രകാരമാണ് കാണുന്നത്. ഒരു പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് വരുന്ന ഒരു കൂട്ടം ആളുകളെ നമ്മളിവിടെ കാണുന്നത്. 4 പേർ ചേർന്നിട്ട് ഒരു പക്ഷപാതക്കാരനെ എന്ത് ചെയ്യാണ്? ചുമന്നുകൊണ്ട് വരിക, അല്ലെ? നമ്മൾ വായിച്ചത് പ്രകാരമാണ്. അതിന്റെ അപ്പോൾ ചില ആളുകൾ പക്ഷപാതം പിടിച്ച ഒരു മനുഷ്യനെ കിടക്കയിൽ എടുത്തുകൊണ്ട് വന്നു. നിങ്ങൾ ആ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ നോക്കിയേ, അപ്പം അവര് ആ മനുഷ്യൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എഴുന്നേറ്റ് നടക്കാൻ പറ്റത്തില്ല. അവന് മുന്നോട്ട് അവനെ സ്വയമായിട്ട് താങ്ങി എടുത്തോണ്ട് വന്നാൽ പോലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അവൻ പക്ഷപാതക്കാരനാണ്. അതുകൊണ്ട് അവനെ ഒറ്റയ്ക്ക് ഒരാൾക്ക് എടുത്തോണ്ട് വരാൻ പറ്റാത്തതിന് 4 പേർ അവൻ കിടന്ന കിടക്കയോടുകൂടി എടുത്തോണ്ട് വരിക. എടുത്തോണ്ട് വന്ന് യേശു ഇരുന്ന വീടിന്റെ മുന്നിൽ വരുമ്പോൾ അതിനകത്തേക്ക് കടക്കാൻ അവർക്ക് പുരുഷാരം നിമിത്തം അവർ വഴി കണ്ടില്ല. ആ വാക്യങ്ങളിലെ വായിച്ചത് നമ്മള് അപ്പോൾ ചില കിടക്കയിൽ എടുത്തുകൊണ്ട് വന്നു. അവനെ അകത്ത് കൊണ്ട് ചെന്നപ്പോൾ അവന്റെ മുൻപിൽ വെക്കാൻ ശ്രമിച്ചു. അപ്പോൾ അവരെന്ത് ചെയ്യണം? ഒരു ശ്രമം നടത്തുകയാ. എന്തിനു വേണ്ടിയിട്ട്? യേശുവിന്റെ മുന്നിൽ എങ്ങനെയെങ്കിലും ഈ മനുഷ്യനെ കൊണ്ടുവന്നൊന്ന് ഇരുത്തണം, ഒന്ന് നിർത്തണം. എങ്കിൽ മാത്രമേ അവൻ ആഗ്രഹിക്കുന്ന ഒരു സൗഖ്യം, യേശുവിനെ കണ്ടെങ്കിൽ മാത്രമേ എന്ത് നടക്കത്തുള്ളൂ? സൗഖ്യം നടക്കത്തുള്ളൂ എന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവരെന്ത് ചെയ്യാണ്? അതിനുവേണ്ടി ഒരു ശ്രമം നടക്കുക. അവരുടെ ശ്രമം എന്താണെന്ന് അറിയാമോ? എങ്ങനെയെങ്കിലും യേശുവിന്റെ മുന്നിൽ ഇവരെ കൊണ്ട് നിർത്തണം, ഈ മനുഷ്യനെ കൊണ്ടുവന്ന് വെക്കണമെന്നാണ് അവർ ആഗ്രഹിച്ചത്. പക്ഷെ എന്തോ സംഭവിച്ചത്? പുരുഷാരം നിമിത്തം അവർക്ക് വഴി കണ്ടില്ല. അവരെന്തോ കണ്ടില്ല? വഴി കണ്ടില്ല. എന്തിനു വേണ്ടിയിട്ട്? ഈ മനുഷ്യനെ കിടക്കയോ കൊണ്ടുവന്ന് ഈ യേശുവിന്റെ മുന്നിൽ വെക്കാൻ അവര് നോക്കിയിട്ട്, അവർ പരിശ്രമിച്ചിട്ട് ഒരു വഴിയും കാണാതെ ഇങ്ങനെ നിൽക്കുക. ഒരു വഴിയും കാണുന്നില്ല.
അന്നേരം ഇവർക്കൊരു അവരെന്ത് ചെയ്യുന്നത്, അവർ ചിന്തിക്കുന്നത് ഇതുവരെ ആരും ചെയ്യാത്ത ഒരു കാര്യം അവർ ചെയ്യുക. ഇതുവരെ ആരും തലേക്കുഴ പോലും പോയിട്ടില്ലാത്ത രീതിയിൽ അവരെന്ത് ചെയ്യുന്നു, അവർ സ്വന്തമായ ഒരു വഴി ഉണ്ടാക്കാൻ ശ്രമിക്കുക. എന്താ ചെയ്തേ, അവർ നേരെ പുരയുടെ മണ്ട കയറി ഓട് പൊളിച്ച് ഈ മനുഷ്യൻ എന്ത് ചെയ്യാണ്, കിടക്കയോടെ എടുത്ത് യേശുവിന്റെ മുന്നിലേക്ക് ഇറക്കി വെക്കുന്നതാ നാം അവിടെ വായിച്ചത്. അങ്ങനെയല്ലേ നമ്മൾ വായിച്ചത്? നോക്കിയ പ്രിയമുള്ളവരെ, നോക്കി നമ്മള് പലപ്പോഴും ശ്രമിച്ചിട്ട് നടക്കത്തില്ലെന്ന് പറഞ്ഞ് പലപ്പോഴും നമ്മൾ കൈയൊടിഞ്ഞ് മാറിപ്പോകുന്നവരല്ലേ നമ്മള്. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുകയാണ്, ചില ശ്രമങ്ങൾ പരാജയപ്പെട്ടെന്ന് പറഞ്ഞ് നമ്മൾ മാറിപ്പോകാനല്ല, ഏത് സാധ്യതയാണ് പ്രയോജനപ്പെടുത്തേണ്ടത് ആ സാധ്യതകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് കാലുകൾ എടുത്തു വെച്ചാൽ ഇന്ന് രാത്രി ദൈവം നമുക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കാത്ത ചില പുതുവഴി ദൈവം നമുക്ക് എടുത്തു തുറന്നു തരും. ഹല്ലേലൂയ. ഈ രാത്രി വിശ്വസിക്കാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? ചില ശ്രമങ്ങളൊക്കെ നടത്തി, പലതിനു വേണ്ടി ശ്രമിച്ചു, പലതിനു വേണ്ടി, ഒരു ജോലിക്ക് വേണ്ടി ഒരു പക്ഷേ ശ്രമിച്ചിട്ട്, അല്ലെങ്കിൽ പല നന്മകൾക്ക് വേണ്ടി ശ്രമിച്ചിട്ട്, ചില ജീവിതത്തിന്റെ സാഹചര്യങ്ങളുടെ നന്മകൾക്ക് വേണ്ടി, അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചിട്ട് ഒന്നും ലഭിക്കാതെ ഭാരപ്പെടുന്ന ആരൊക്കെ ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തിൽ കേൾക്കുന്നെങ്കിൽ, ഈ രാത്രി നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന്മേൽ നിന്ന് പുറകോട്ട് മാറാനല്ല, മുന്നോട്ട് തന്നെ പോകും. ക്രിസ്തുവിൽ ആശ്രയിക്കുക. എങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി ചില പുതുവഴി തുറക്കാൻ ആഗ്രഹിക്കുക. നോക്കിയേ, ഇവനെ എന്ത് ചെയ്യാണ്, അവര് ആ കിടക്കയോടെടുത്ത് താഴെ വെക്കുക. കിടക്കയോടെടുത്ത് താഴെ വെച്ച് യേശു ഈ മനുഷ്യനെ കണ്ടു. യേശു ഈ മനുഷ്യനെ കണ്ടിട്ട് വഴിയില്ലെന്ന് പറഞ്ഞ് അവർ പോയായിരുന്നെങ്കിൽ നടക്കാത്തത് ദൈവം അവർക്ക് വേണ്ടി നടത്തി കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. വഴിയില്ല, ഇനി നടക്കത്തില്ല, ഇത് സാധിക്കത്തില്ലെന്ന് പറഞ്ഞ് ഇവരങ്ങ് ഇട്ടച്ചു പോയായിരുന്നെങ്കിൽ ആ മനുഷ്യർ അങ്ങനെ തന്നെ കടന്നേനെയായിരുന്നു. പക്ഷേ എന്തോ സംഭവിച്ചത്, ദൈവം അവനെ സൗഖ്യമാക്കി. ഈ സൗഖ്യമാക്കിയ മനുഷ്യൻ വരുന്നൊരു വരവ് നിങ്ങളത് ശ്രദ്ധിച്ചേ പ്രിയമുള്ളവരെ. ഇന്ന് രാത്രി നിങ്ങളുടെ ഉറക്കത്തിന്റെ ക്ഷീണമൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പല ഇടങ്ങളിലാണെങ്കിൽ ഇരിക്കുന്നത്, പല ടൈം സോണുകളിലായിരിക്കുന്നെങ്കിലും തിരുവനന്തപുരം നിങ്ങളുടെ ഉള്ളിലേക്ക് ഒന്ന് കയറട്ടെ. നോക്കിയേ, ഈ മനുഷ്യൻ സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ എതിലെയാ വരുന്നേ? തിരിച്ചോടിന്റെ മണ്ടക്കൂടാണ് കയറി പോന്നേ, ആണോ? നിങ്ങളത് ചിന്തിച്ചു നോക്കിയ, തിരിച്ചു ഈ മനുഷ്യൻ ഓടിന്റെ വെളിക്കൂടെ ആയിരിക്കുമോ പോന്നേ? ഒന്നുമല്ല. ഈ മനുഷ്യയിലേ വന്നേ, ആര് വഴി അടച്ചോ, ആര് വഴിയില്ലെന്ന് പറഞ്ഞ് വാലിയ മാറ്റി നിർത്തിയോ, അവരുടെ ഇടയിൽക്കൂടെ, അവരുടെ നടുക്കൂടെ ഈ മനുഷ്യ സൗഖ്യം പ്രാപിച്ച് അവൻ നടന്നു വരിക. ഇന്ന് രാത്രി ദൈവാത്മാവ് ഒരു ദൂത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ലോകം പറയും വഴിയില്ലെന്ന്, സാഹചര്യങ്ങൾ പറയും വഴിയില്ലെന്ന്. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുക, ഞാൻ പുതിയതൊന്ന് തുറക്കാൻ പോവുക. അതിപ്പോൾ ഉത്ഭവിക്കാൻ പോവുക, അതിപ്പോൾ സംഭവിക്കും. ലോകത്തിന് ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ, ലോകത്തിന് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ നിനക്ക് വേണ്ടി ഒരു പുതുവഴി ഇന്ന് രാത്രി കർത്താവ് തുറക്കാൻ പോവുകയാണ്. നീ ചിന്തിക്കാത്ത രീതിയിൽ, നിങ്ങൾ ചിന്തിക്കാത്ത രീതിയിൽ ആരൊക്കെ നോക്കി നിൽക്കുന്നോ, വഴിയിൽ എന്ന് പറഞ്ഞ് അടച്ചു വെച്ചിരിക്കുന്ന, ഇനി അത് സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞ് സീൽ ചെയ്തേക്കുന്ന ചില വിഷയങ്ങളുടെ നടുവിൽ അവർ കാണുക, അവർ നോക്കി നിൽക്കേ, നിനക്ക് വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില വഴികൾ തുറന്നിടാൻ പോവുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആരൊക്കെ വിശ്വസിക്കുന്നു പ്രിയമുള്ളവരെ, കർത്താവിന് നമുക്ക് വേണ്ടി വഴി തുറക്കണമെങ്കിൽ ആരുടെ ഒത്താശ വേണ്ട കേട്ടോ, ആരുടെ ഒത്താശ വേണ്ട. വേണോ? നമ്മുടെ ദൈവം ആരാ? അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞത് നമ്മുടെ ദൈവം ആരാ നമ്മൾ തിരിച്ചറിയണം. കർത്താവിന് ഏലിയാവിന് വേണ്ടിയിട്ട് കർത്താവ് വഴി തുറക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഏലിയാവ് ആഹാബിന്റെ കൊട്ടാരത്തിൽ നിന്ന് ഓടി കെരീത്ത് തോട്ടിൽ വന്നിരിക്കുക. അവൻ എന്ത് ചെയ്യണം? ആഹാരം കഴിക്കാനില്ലാതെ, വെള്ളം കുടിക്കാനില്ലാതിരിക്കുമ്പോൾ അവന് ആഹാരം കൊടുക്കാൻ വേണ്ടി കർത്താവ് കാക്കയെ കരുതി. അവന് വേണ്ടി ഒരു വഴി തുറന്ന് എന്ത് ചെയ്യാണ്? ഒരു കാക്കയിലൂടെ അവൻ എന്ത് ചെയ്തു? ആഹാരം കൊണ്ട് കൊടുത്തു. എന്നാലേ കുറച്ചു ദിവസം കഴിഞ്ഞപ്പം അവന് കാക്കി ആഹാരം കൊണ്ട് കൊടുക്കുന്നത് നിന്നുപോയി. ദൈവം നേരെ എന്ത് ചെയ്യുന്നറിയാമോ? ഒരു വിധവയെ ഒരുക്കി. കാക്കയില്ലെങ്കിൽ ഒരു വിധവയുണ്ട്. കെരീത്തല്ലെങ്കിൽ ഒരു സാരാഭാത്തുണ്ട്. ദൈവം ഒന്ന് കാണാതെ ഒന്ന് അടക്കത്തില്ല. രാത്രി ദൈവത്തിന്റെ പരിശുദ്ധം പറയുക, ദൈവം ഒന്ന് കാണാതെ നിന്റെ ചില വഴികൾ അടക്കത്തില്ല. ചില വഴികൾ അടഞ്ഞതുപോലെ തോന്നുന്നെങ്കിൽ ദൈവാത്മാ പറയുകയാണ്, മറ്റെന്തൊക്കെയോ നിനക്ക് വേണ്ടി തുറക്കാനുണ്ട് കേട്ടോ, ചില ഇത് തുറന്നു വരാനുണ്ട്. ഇത് ഇന്നലെ അനുഭവിച്ചതുപോലെ ഉള്ളതല്ലെന്ന്, ഇന്നലെ നീ അനുഭവിച്ചതുപോലെ ഉള്ളതല്ല. ഇന്നലെ നടന്ന പോലെയുള്ള വഴി കൂടെ അല്ലെന്ന് ദൈവാത്മാ പറയുക.
ഹല്ലേലൂയ. ഇന്നലകളിൽ നടന്നതുപോലെ ആ സെയിം പാതയിലല്ല. ഹല്ലേലൂയ. ഒന്ന് മാറ്റിപ്പിടിച്ച് നിന്നെ അപ്പുറത്ത് കൊണ്ടെത്തിക്കാൻ, എത്തിക്കേണ്ടിടത്ത് എത്തിക്കാൻ ചില പുതുവഴികൾ ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ പോകും. നോക്കിയേ, ഏലിയാവിന് ഹല്ലേലൂയ കൊടുക്കാൻ ഹല്ലേലൂയ സാരെഫാത്ത് കഴിഞ്ഞു. സാരെഫാത്ത് കഴിഞ്ഞപ്പം കർത്താവ് തന്റെ പദ്ധതി ഒതുക്കി മാറ്റി നിർത്തിയില്ല. ദൈവം നോക്കിയേ, ഈ കാക്ക കൊടുത്ത അപ്പം കൊണ്ട് ഏലിയാവ് 3 ദിവസത്തെ വഴിദൂരമാണ് സാരെഫാത്ത് വരെ ഓടിയത്. പ്രിയമുള്ളവരെ, കാക്ക തരുന്ന അപ്പം കൊണ്ട് 3 ദിവസം ഓടാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. വിധവ തന്നു കൊടുത്ത അപ്പവും വെള്ളവും കഴിച്ച് ആഹാബ് അവിടെ വന്ന് പിടിക്കാൻ നോക്കിയപ്പം നമുക്കറിയാം, 2 രാജാക്കന്മാരെ കാണുന്നുണ്ട്. അവൻ ഒറ്റ ഓട്ടമാണ്. ഇസബേലിന്റെ വാക്കിന് മുന്നിൽ പതറിപ്പോയ ഏലിയാവ് അവിടെ നിന്ന് ഇറങ്ങി ഓടിയത് നമുക്കറിയാം അല്ലെ. ഒരു മരുഭൂമിക്ക് അപ്പുറത്ത് ഹോരേബിന്റെ അവിടം വരെ അവനെ ഓടിച്ചു. ഹോരേബ് വരെ ഓടിച്ചു. അവിടെ ചെന്നപ്പോൾ, അവിടെ വരെ എത്തിയപ്പോൾ ആ വഴി ദൈവം തുറന്നതും മനുഷ്യൻ പ്രൊവൈഡ് ചെയ്തത് അസ്തമിച്ചു പോയി. അതിന്റെ ശക്തി തീർന്നുപോയി. എന്നാൽ ആ രാത്രി വേദനയോടെ, കഷ്ടതയോടെ അവൻ അവിടെ കിടക്കുമ്പോ ദൈവം അവന് വേണ്ടി ദൂതൻ ഇറങ്ങി വരിക. സാരെഫാത്ത് വേണ്ടായിരുന്നു, കാക്ക വേണ്ടായിരുന്നു, സാരെഫാത്തിലെ വിധവ വേണ്ടായിരുന്നു. ആവശ്യം അറിഞ്ഞപ്പോൾ ദൈവം തന്നെ നേരിട്ടിറങ്ങി തനിക്ക് കണലിൽ മേച്ചിട്ട ആട്ടയും അപ്പവും കൊടുത്തപ്പോൾ അതിന്റെ ബലം കൊണ്ട് എത്ര രാത്രിയാ പോയെന്നറിയാമോ? 40 രാവും 40 പകലും ഓടാൻ ദൈവം കൃപ കൊടുത്തെങ്കിൽ ഇന്ന് രാത്രി കർത്താവിന് നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി തുറക്കണമെങ്കിൽ ആരുടെ ഒത്താശ വേണ്ട? ഇന്ന് രാത്രി ആര് ബലപ്പെടുമോ? ഇന്ന് രാത്രി ആരൊക്കെ ഏറ്റെടുക്കും? ദൈവത്തിന് നമുക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഒരു മീഡിയം വേണ്ടെന്നേ, ഒരു മീഡിയം വേണ്ട. ദൈവം ഇസ്രായേൽ ജനത്തിന് വേണ്ടി വഴി തുറന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്തോ ചെയ്തതെന്ന് അറിയാമോ? നമുക്കറിയാം, ആ ചെങ്കടലിന്റെ നടുവെത്തിയപ്പോൾ മോശയോട് പറഞ്ഞു, നീ എന്ത് ചെയ്യാൻ? വടി നീട്ടാൻ പറഞ്ഞു. വടി നീട്ടാൻ അല്ലേ? കർത്താവ് ആ വടി നീട്ടിയപ്പോൾ എന്ത് ചെയ്തു? ചെങ്കടൽ 2ആയിട്ട് മാറി. ജനം അക്കരയെത്തി. നോക്കിയ യോർദാനിൽ എത്തിയപ്പോ മോശയുടെ കൈ വടിയില്ലായിരുന്നോ? യോശുവയുടെ കൈ വടിയില്ലായിരുന്നോ? യോശുവയുടെ കൈ വടിയില്ലായിരുന്നോ? ഉണ്ടായിരുന്നു. പക്ഷേ ദൈവം എന്താ പറഞ്ഞറിയാമോ? പുരോഹിതന്മാരുടെ കാലി ഔട്ടാൻ പറഞ്ഞു. നോക്കിയേ, കാലി ഔട്ടാൻ പറഞ്ഞപ്പോ എന്ത് ചെയ്തു? കാലി ചവിട്ടിയപ്പോൾ അത് 2ആയിട്ട് മാറി. ഇനി തിരിച്ച് നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞ് മുന്നോട്ട് വരികയാണ്. മുന്നോട്ട് വരുമ്പോൾ നാം കാണുന്നത് ഏലിയാവിന്റെ ചരിത്രത്തിൽ, എലിശയുടെ ചരിത്രത്തിൽ വരുമ്പോൾ ഏലിശ യോർദാന്റെ അടുത്ത് നിൽക്കുക. അവന് അങ്ങോട്ട് പോയി തിരിച്ചു വരാൻ കഴിയാതെ നിൽക്കുമ്പോൾ ദൈവനോട് പറയാം, നീ നിന്റെ പുതപ്പെടുത്ത് എന്ത് ചെയ്യാൻ പറഞ്ഞു? അടിക്കാൻ പറഞ്ഞു. നോക്കിയേ, അവൻ നിന്റെ പുതപ്പെടുത്ത് അടിക്കാൻ പറഞ്ഞു. യോശു ചെങ്കടലിന്റെ മുന്നിൽ മോശയുടെ വടി മതിയായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. വടി കൊണ്ട് തീരുന്ന പ്രശ്നമുള്ളായിരുന്നു. എന്നാൽ യോർദാൻ, കലങ്ങി മറിയുന്ന യോർദാന്റെ നടുവിൽ പുരോഹിതന്മാരുടെ കാൽ ചവിട്ടേണ്ട വന്നിരുന്നെങ്കിൽ, ഏലിയാവേ, നിന്റെ മേൽ പകരപ്പെട്ട ശുശ്രൂഷയുടെ, നിന്റെ മേൽ പകരപ്പെട്ട പുതപ്പിന്റെ, നിന്റെ മേൽ പകരപ്പെട്ട അഭിഷേകത്തിന്റെ സ്ഥലങ്ങൾ നീ എടുത്തുപയോഗിക്കേണ്ട ഇടത്ത് നീ ഉപയോഗിക്കേണ്ട നിലയിൽ ഉപയോഗിക്കുമ്പോൾ അപ്പുറത്ത് കടക്കാൻ ചില വഴികൾ നിനക്ക് വേണ്ടി തുറന്നു തരും. ഓ ഹല്ലേലൂയ. നോക്കിയേ, വടി കൊണ്ട് തീർക്കേണ്ടത് വടി കൊണ്ട് തീർത്തു. കാൽ കൊണ്ട്, പാദം ചവിട്ടേണ്ടടുത്ത് പാദം കൊണ്ട് തീർത്തു. പുതപ്പ് കൊണ്ട് തീർക്കേണ്ടടുത്ത് പുതപ്പ് കൊണ്ട് തീർത്തു. പക്ഷേ തന്റെ അരുമ സന്താനങ്ങളായ തന്റെ സ്വന്തം ശിഷ്യന്മാർ രാത്രിയുടെ യാമത്തിൽ നടുക്കടലിൽ ഉഴന്നു നടക്കുമ്പോൾ, കാറ്റും കോളും പ്രതികൂലമായപ്പോൾ, തിരമാല കണ്ട് വേദനിക്കുമ്പോൾ, അടുത്ത നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയാതെ തണ്ടു വലിച്ച് കുഴയുമ്പോൾ, അന്ന് രാത്രി യേശു അവരുടെ നടുവിലേക്ക് ആ വെള്ളത്തെ നടന്നിറങ്ങി വന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, ഹല്ലേലൂയ. നമ്മുടെ അവസ്ഥ അറിഞ്ഞ കർത്താവ് ഇന്ന് രാത്രി പ്രവർത്തിക്കുന്നത്, വഴികൾ തുറക്കുന്നത്, വാതിലുകൾ നമുക്ക് വേണ്ടി തുറന്നിരുന്നത്. എന്റെ സമയം വളരെ കടന്നുപോയി ഞാൻ വിചാരിക്കുകയാണ്. ഇന്ന് രാത്രി നോക്കിയേ പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി കർത്താവ് തുറക്കുന്ന വഴികൾ നാം ഇതുവരെ കാണാത്ത ചില പുതുവഴികളാ, നമ്മൾ ഇതുവരെ അനുഭവിക്കാത്ത രീതിയിലുള്ള വഴികളാ. എബ്രായ ലേഖനത്തിൽ പ്രിയമുള്ളവരെ 10-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിനകത്ത് നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്, യേശു തന്റെ ദേഹമെന്ന തിരശീല ചീന്തി നമുക്ക് വേണ്ടി ഒരു പുതുവഴി തുറക്കപ്പെട്ടു. പാപത്തിന്റെ അന്ധകാരത്തിൽ നിന്ന്, അടിമനുഖത്തിൽ നിന്ന്, അന്ധകാര മണ്ഡലങ്ങളിൽ കിടന്ന് നമ്മെ ക്രിസ്തുവിനോട് ചേർക്കുവാൻ തന്നെ ഇതുവരെ ആരും സഞ്ചരിക്കാത്തൊരു വഴിയിൽ യേശു സഞ്ചരിക്കുകയാണ്. തന്റെ സ്വന്തം ദേഹം ഒരു തിരശീല പോലെ ചിന്തിക്കളയുകയാണ്. അവന് വേണ്ടി അടികൊണ്ടവൻ, അതിനുവേണ്ടി ക്രൂരന്മാരെ
പടയാളികളുടെ ചാട്ടമാണ് ഉറവുചാറ് പോലെ ആ ശരീരത്തിന്മേൽ കീറി മുറിക്കപ്പെട്ടിട്ട് എന്തിനു വേണ്ടി എന്നറിയാമോ? എന്റെയും നിന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി. ഇന്ന് രാത്രി ആരെങ്കിലും ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ക്രിസ്തുവിനെ അറിയാതെ മാറി നിൽക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരു പുതുവഴി തുറന്നിട്ടിട്ടുണ്ട്. അത് ആ ക്രൂശിന്റെ ചുവട്ടിലാ, ആ ക്രൂശിന്റെ മറവിലാ. ഇന്ന് രാത്രി പരിശുദ്ധന്മാർ പറയാ, ക്രൂശിന്റെ അടുത്തേക്ക് ഈ രാത്രി ഇറങ്ങി വരുമെങ്കിൽ, ആ ക്രൂശിന്റെ സമീപത്തേക്ക്, ആ ക്രൂശിന്റെ അടുത്തേക്ക് ഇന്ന് രാത്രി ഇറങ്ങി വരുമെങ്കിൽ ആണിപ്പാടുള്ള കരം ഇന്ന് രാത്രി നമ്മൾ തൊടാൻ ആഗ്രഹിക്കുകയാണ്. ആരൊക്കെ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നുണ്ട് എന്നെ ഒന്ന് തുടരണമേ കർത്താവേ, ഈ വഴി എനിക്ക് വേണ്ടി ഒന്ന് തുറന്നു തരണമേ. വിശ്വസിക്കുന്നവരുടെ ഈ അടയാളങ്ങൾ സംഭവിക്കും. ഇന്ന് രാത്രി ഈ സൂമിനകത്ത് ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ഇരിക്കുന്നിടത്തേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരു പുതുവഴി അത് ആരും കണ്ടിട്ടില്ല, അതാരും കണ്ടിട്ടില്ല, അതാരും അറിഞ്ഞിട്ടില്ല, അതാരും ഇതുവരെ അനുഭവിച്ചിട്ടില്ല, ഇതുവരെ നിങ്ങൾ അനുഭവിക്കാത്ത രീതിയിൽ, ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു പുതുവഴി ഇന്ന് രാത്രി ഇരിക്കുന്ന ഇടങ്ങളിലേക്ക് ആത്മാവ് പകർന്നൊരു ഷാധനരകടകതരാംധരെ. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാമോ? ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. ഒന്നിന്റെ കാര്യങ്ങളോട് ഉണ്ടെങ്കിൽ ഞാൻ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി ഈ വചനം ഒന്ന് ഏറ്റെടുക്കാൻ കഴിയുമോ? കർത്താവേ, എനിക്ക് വേണ്ടി അങ്ങൊന്ന് പുതിയ ഒന്ന് തുറക്കണമേ. അതിപ്പോൾ സംഭവിക്കും, അതിപ്പോൾ സംഭവിക്കും. നിങ്ങൾ അറിയുന്നില്ലയോ? അതിപ്പോൾ സംഭവിക്കും, അതിപ്പോൾ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ വഴി ഇന്ന് രാത്രി ഈ ജനത്തിന് വേണ്ടി തുറക്കപ്പെടട്ടെ. അത് ഇന്ന് രാത്രി കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങൾ വേദനിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടട്ടെ. ഇസ്രായേലിന് വേണ്ടി മാത്രമല്ല, ഞങ്ങൾക്ക് വേണ്ടി തുറക്കുവാൻ അങ്ങയുടെ പക്കൽ വഴികൾ ഉണ്ടല്ലോ. ഇന്ന് രാത്രി വേദനിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ യേശുവിന്റെ വഴി തുറക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ജീസസ് 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 ജീസസ്. ഇരിക്കുന്ന ഇടങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ അല്പസമയം ഒന്ന് ആരാധനയ്ക്ക് വേണ്ടി ഒന്ന് വേർതിരിക്കുമോ? ഒരു നിമിഷം ഒന്ന് സ്വത്രം പറഞ്ഞുകൊണ്ടിരിക്കാൻ കഴിയുമോ? രാത്രി പരിശുദ്ധാത്മാവ് നമ്മൾ ഇടപെടുകയാണ്. ആരൊക്കെയോ അടച്ചു വെച്ചത്, കഴിഞ്ഞ കാലങ്ങളിൽ ആരൊക്കെയോ അടച്ചു വെച്ചത്, നിന്റെ സ്വന്തക്കാർ അടച്ചു വെച്ചത്, നിന്റെ പ്രിയപ്പെട്ടവർ അടച്ചു വെച്ചത്, നിനക്ക് ലഭിക്കേണ്ട പലതും അടഞ്ഞു പോയത് ഇന്ന് രാത്രി ദൈവാത്മാവ് റിലീസ് ചെയ്യുകയാണ്. വചനത്തിന് ശക്തിയുണ്ട്. ഇന്ന് രാത്രി വചനം കൽപ്പിക്കുമ്പോൾ അതങ്ങനെ സംഭവിക്കുകയാണ്. ചില മേഖലകൾക്കകത്ത് ദൈവത്തിന്റെ വചനം ഇറങ്ങിച്ചെന്ന്, ദൈവത്തിന്റെ വചനം ശക്തിയോടെ ഇറങ്ങിച്ചെന്ന് ചില ഇടങ്ങളിൽ ഹല്ലേലൂയ ആരൊക്കെയോ അടച്ചു വെച്ച ചിലത്, പുരുഷാരം മാറ്റിവെച്ച ചിലത്, പുരുഷാരം അടക്കി വെച്ചത്. Yes, 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 yes. പുരുഷാരം മറ്റുള്ളവർ നന്മകളെ അടച്ചു വെച്ചത്, ശത്രു അടച്ചു വെച്ച ചിലത് ഇന്ന് രാത്രി യേശു റിലീസ് ചെയ്യുക, യേശു റിലീസ് ചെയ്യുക. ആത്മാവിൽ റിലീസ് ചെയ്യപ്പെടുകയാണ്. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ അങ്ങനെ സംഭവിക്കട്ടെ. യേശുവേ, അതങ്ങനെ സംഭവിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. പരിശുദ്ധ പിതാവേ, സ്വർഗ്ഗീയ നല്ല കർത്താവേ, അനുഗ്രഹീതമായ നല്ല രാത്രിക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ രാത്രി ഞങ്ങൾക്ക് കൂട്ടായ്മയ്ക്കായി സ്തോത്രം. ഞങ്ങൾ കേട്ട തിരുവചനം അങ്ങയുടെ സന്നിധി ഞങ്ങൾ സമർപ്പിക്കുന്നു. ജനത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. ഇന്ന് രാത്രി കേട്ടതുപോലെ ഒരു പുതുവഴി ഈ ജനത്തിനു വേണ്ടി കട തുറക്കുന്നതിനായി സ്തോത്രം. എണ്ണം പറഞ്ഞ ചില വഴികൾ, ആരും പ്രതീക്ഷിക്കാത്ത ചില വഴികൾ, ആരും അറിയാത്ത ചില വഴികൾ, ആരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില വഴികൾ ഈ ജനത്തിനു വേണ്ടി കട തുറക്കുന്നതിനായി സ്തോത്രം. നാളെ മുതൽ സംഭവിക്കട്ടെ. നാളത്തെ പ്രഭാതം ഞങ്ങൾ കാണുന്നെങ്കിൽ ദൈവം തുറക്കുന്ന ചില അത്ഭുതത്തിന്റെ വഴികളിലൂടെ തന്റെ ജനം നടക്കട്ടെ. ഈ കൂട്ടായ്മയിൽ കടന്നു വരുന്നവർ, ഈ കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് വേണ്ടി കർത്താവ് അത് റിലീസ് ചെയ്യുന്നതിനായി സ്തോത്രം. കർത്താവ് ചിലർ യേശു തുറന്ന പുതുവഴിയിലേക്ക് പ്രവേശിക്കട്ടെ. തന്റെ ദേഹം എന്ന തിരശ്ശീലയ്ക്ക് മുന്നിൽ തുറന്നിട്ട് ആ വഴിയിലൂടെ ചിലതിനെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുവാൻ ഈ കൂട്ടായ്മ മുഖാന്തരം കർത്താവ് വരുത്തുന്നതിനായി സ്തോത്രം. തിരുസന്നിധി ഞങ്ങളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട നന്ദി യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രകാരം എനിക്ക് അവസരം തന്ന ഇതിന്റെ കൂട്ടായ്മയുടെ എല്ലാ പ്രവർത്തകരോടും വിശേഷ ഗ്രേസിയാന്റോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ, ആമേൻ. ഇത്രത്തോളം സമയം ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള ഒരു പ്രവചന ദൂത് ദേവദാസനിൽ കൂടി ഞങ്ങൾക്ക് കേൾക്കുവാനിടയായി. ദൂതുകൾ, ആലോചനകളൊക്കെ കർത്താവ് നിവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമായ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ അരുളപ്പാടുകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭാരമേറിയ വിഷയങ്ങളുടെ മേൽ എല്ലാം അത് നിവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവദാസനോടുള്ള നന്ദിയും സ്നേഹവും ഞങ്ങൾ അറിയിക്കുന്നു. മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യുവാൻ സമയമായി. ആശീർവാദം പറയും. ജെഫിൻ ബ്രദറെ പ്രാർത്ഥിച്ച് പാസ്റ്റർ ആശീർവാദം പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പ്രാർത്ഥിക്കാം, ദൈവദാസന് ആശീർവാദം പറയാം. ഓക്കെ, പ്രാർത്ഥിക്കാം.
പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, നീ അത്ഭുതങ്ങളുടെ ദൈവമായിരിക്കാൽ കർത്താവേ, ഒരു ദിവസം കൂടെ, ഒരു പ്രാവശ്യം കൂടെ കർത്താവേ, ഞങ്ങൾക്ക് കർത്താവേ ഈ ഭൂമിയിൽ വന്ന് ദൈവത്തെ പാടുവാനും പ്രാർത്ഥിപ്പാനും വചനം ധ്യാനിപ്പാനും സങ്കീർത്തനങ്ങളെ ധ്യാനിപ്പാനും കർത്താവേ, നല്ലവരും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും വിടിവ് നിൽപ്പാനും കർത്താവ് ഇടിയാക്കിയ കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. ദൈവമേ, നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുകയാണ് കർത്താവേ. വചനം കേട്ട പോലെ അബ്രഹാമിന്റെ മകൻ കർത്താവേ, കർത്താവെ യാഗത്തിനുള്ള മൃഗപടം ദൈവം കരുതിക്കൊള്ളൂ എന്ന് പറഞ്ഞ വചനപ്രകാരം രൂത്തിന് വേണ്ടി നവോമിയും വേണ്ടി ദാവീദ് കർത്താവിന്റെ ഗ്രഹമായി തീരുവാൻ വേണ്ടി നവോമിയെ രൂത്തിനെ തെരഞ്ഞെടുത്ത കർത്താവെ, നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും കർത്താവെ. നിറഞ്ഞവളായി കടന്നുപോയി ഒഴിഞ്ഞവളായി കടന്നു വന്ന നവോമിയെ പറ്റി കേൾക്കാൻ കർത്താവ് ഇടിയാക്കി തീർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ നഷ്ടപ്പെട്ട അവസ്ഥകൾ, ഒഴിഞ്ഞിരിക്കുന്ന അവസ്ഥകൾ കർത്താവെ, ദൈവത്തിന്റെ ആത്മാവിൽ ഞങ്ങൾ ചോദന ചെയ്ത് അത് നിറഞ്ഞ അവസ്ഥയിലേക്ക് എത്തുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത് നഷ്ടപ്പെട്ട അവസ്ഥകൾ ഞങ്ങൾക്ക് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരണമായി ജീവിപ്പാൻ ദൈവമേ, നിറയ്ക്കുന്ന ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുവാൻ കർത്താവ് ഇടിയാക്കണമേ. ആരെങ്കിലും ഭാരത്താൽ ദുഃഖത്താൽ ആയിരിക്കുന്നുണ്ട്, ദൈവത്തിന്റെ വചനത്താൽ ആശ്വാസം പ്രാപിപ്പാൻ കർത്താവ് ഇടിയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ആളാം പേര് വരെ എല്ലാവരും ഓർത്താൽ കർത്താവ് വചനം ശുശ്രൂഷിച്ച ദൈവാസനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ. താനായിരിക്കുന്ന ദുബൈയുടെ പ്രദേശങ്ങളെ കർത്താവെ, UAE പ്രദേശങ്ങളിലായിരിക്കുന്ന കർത്താവെ, ആ ദേശത്തിന് തന്നെ തന്റെ പ്രവർത്തനങ്ങൾ ഒരു അനുഗ്രഹമായി തീരട്ടെ കർത്താവെ. വളരെ രാജ്യങ്ങൾക്കും ദേശങ്ങൾക്കും അനേകർക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ കർത്താവെ. അനേകരെ ക്രിസ്തുവിലേക്ക് നേടുവാൻ, അനേകർ മാതൃകയുള്ള ജീവൻ നയിപ്പാൻ ദൈവാസന്റെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണമേ. അവർ പഠനം, അവർ ഭാവി, അവർ ജോലി മണ്ഡലങ്ങളെ പിതാവിന്റെയും പുത്രനെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. ഈ സൂമിൽ കടന്നു വന്നത് കർത്താവെ, ഞങ്ങൾക്കും അനുഗ്രഹമായി തീർന്ന പോലെ ദൈവാസന ഒരു അനുഗ്രഹമായി തീരുവാൻ കർത്താവ് ഇടിയാക്കണമേ അപേക്ഷിക്കും കർത്താവെ. അങ്ങയുടെ അഭിഷേകത്തിന് ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾ ഈ സൂം മീറ്റിംഗുകൾ എല്ലാവരും കൂടി അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവപ്രവർത്തി വിളിപ്പണേ. സൂം മീറ്റിംഗിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ലീഡ് ചെയ്യുന്ന ദേവാസിയെ ഓർത്ത് പ്രാർത്ഥിക്കും, മളമച്ചി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ മോളുടെ വിവാഹ സമത്വ വിഷയത്തിന്മേൽ അത്ഭുതം ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ബാബുറത്തിന്റെ മകളുടെ വിവാഹമേൽ അത്ഭുതം ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. മറ്റു രോഗത്താൽ ഭാരപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കും കർത്താവ്. വേർപാടിന്റെ ദുഃഖത്താൽ ഭാരപ്പെടുന്ന ആ കുടുംബത്തെ ദൈവമേ ആശ്വസിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. ദൈവത്തിന്റെ നീതി വെളിപ്പെടണമേ കർത്താവെ. ദൈവമേ, ദുഃഖിക്കുന്നവരോട് ചേർന്ന് ദുഃഖിക്കുന്ന ദൈവമേ, സർവ്വാശ്വാസങ്ങളുടെ ദൈവം ആ സ്ഥാനത്തെ ആശ്വസിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. നിന്റെ കൂടെപ്പെട്ട എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഈ ഗ്രൂപ്പിനായി നേതൃത്വം നൽകുന്ന ഗ്രേസ് സിസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കും. ദൈവം ധാരാളം അനുഗ്രഹിക്കണമേ കർത്താവെ. വചനത്തിൽ അനുസരണമായി ഒരു പടി മുന്നേറുവാൻ കർത്താവ് തന്റെ അഭിഷേകത്തിന് വേണ്ടി കർത്താവെ നീ സംഗ്രഹിക്കുന്നതിനായി സ്തോത്രം കർത്താവെ. മീറ്റിംഗിൽ ഇന്ന് വരെ കടന്നു വന്ന് ഞങ്ങൾ ശുശ്രൂഷിച്ച് കടന്നുമായ ദൈവാസന്മാരെ ഏൽപ്പിക്കുന്നു. ഇതിൽ കയറി എല്ലാവരെയും ഏൽപ്പിക്കുന്നു കർത്താവെ. അതിൽ നിന്ന് കർത്താവെ ദൈവമേ, മുമ്പ് ശുശ്രൂഷിച്ച ദൈവാസന്മാരെ ഏൽപ്പിക്കുന്നു. ഈ സും DBSനെ കർത്താവെ ദൈവമേ നയിക്കുന്ന സഹോദരനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. പ്രത്യേക ചിക്കൻ ബോക്സിനെ ഭാരപ്പെടുന്ന ദൈവാസിയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ബീന സിസ്റ്റം ഏൽപ്പിക്കുന്നു കർത്താവെ. ഞങ്ങൾ സഹോദരങ്ങൾ വർഗ്ഗങ്ങളെല്ലാം കർത്താവെ ഏൽപ്പിക്കുന്നു. ആരെങ്കിലും രോഗത്താൽ ഒരു പ്രാവശ്യം ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്, രോഗത്താൽ ദുഃഖത്താൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ കർത്താവ് വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ കർത്താവ് തലമുറയില്ലാത്തവർ തലമുറ പ്രാർത്ഥിക്കുന്നു കർത്താവെ. കടഭാരത്താൽ ഭാരപ്പെടുന്നവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആരെങ്കിലും കർത്താവിനെ അറിയാതെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, കർത്താവിന്റെ രക്ഷയെ അറിയാതെ തള്ളിക്കളഞ്ഞ് കർത്താവ് നീങ്ങിപ്പോകുന്നുണ്ട്, അവരെ ഞങ്ങൾ പിതാവിന്റെ പുത്രൻ പരിശുദ്ധാത്മാവിനെ ദൈവനാമത്തിൽ ആകർഷിക്കാം. പിതാവ് ആകർഷിക്കാതെ പുത്രങ്ങളെ കടന്നു കഴിയത്തില്ല കർത്താവ്. നിന്റെ ആകർഷണം അവരുടെ മേൽ ഏൽക്കണമെന്ന് വാശിക്കുന്നു. വചനത്തിന്റെ ശക്തി, വചനത്തിന് മാറ്റമില്ലാത്ത ആലോചന കേൾപ്പിക്കണം. ഞങ്ങളുടെ എബിപാസ്റ്റനെ ദൈവാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ദൈവജനത്തെ എല്ലാം ഒരു പ്രാവശ്യം ഏൽപ്പിക്കുന്നു. അവരവരായിരിക്കുന്നത് ക്രിസ്തുവിന്റെ സമാധാനത്തിൽ അവരൊരു ഉറക്കത്തിലേക്ക് പ്രവേശിക്കുന്നവരോ ജോലിയിലോ മറ്റ് പല രാജ്യങ്ങളായിട്ടായിരിക്കുന്നു, പല സമയങ്ങളായിരിക്കുന്നു കർത്താവ്. അവരെല്ലാം ദൈവത്തിന്റെ ഭദ്രമായി ചിറയിൽ സൂക്ഷിക്കും. നാളെ കാണുമ്പോൾ ആ രക്തോളം മുദ്ര സൂക്ഷിക്കും കർത്താവ്. പ്രാർത്ഥന കേട്ടിരിക്കാതെ സ്തോത്രം. എല്ലാവരും ഒരു പ്രാവശ്യം കൂടി ഏൽപ്പിക്കും. വിട്ടുപോയ വിഷയങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കും. പ്രാർത്ഥന യേശുവിനാൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവിന്റെ പ്രാർത്ഥനയുടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. ഈ കൂട്ടായ്മ കർത്താവ് അനുഗ്രഹിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ കൃപയും സമാധാനവും സംസർഗവും കൂട്ടായ്മയും സഹവാസവും നമ്മളെല്ലാവരോടും പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളോടും ഇന്ന് കേട്ട തിരുവചനത്തോടു കൂടിയും അവിടെ ഇവിടങ്ങളായി നമ്മളായിരിക്കുന്ന എല്ലാവരോടും കൂടെയും എപ്പോഴും എപ്പോഴും കർത്താവിന്റെ മടങ്ങി വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് ജയന്തന്റെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. God bless you all. കർത്താവ് നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. Thank you. God bless you. താങ്ക് യു.